Hello students, in this session we are discussing the second part of our respiration. First section നമ്മൾ റെസ്പിറേഷൻ്റെ ഒരു 50% ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിൽ ബാക്കി 50% ഏരിയയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്മൾ പറയുകയും അതിനുശേഷം ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ സെക്ഷൻ കൺക്ലൂഡ് ചെയ്തത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ബാക്കി സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, ജസ്റ്റ് പറഞ്ഞു പോയാൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. പുതിയതായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അവിടെ ഞാൻ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളും പറയും. ഇവിടുന്ന് ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്ന എല്ലാ കൺസെപ്റ്റ് വെച്ചിട്ട് എല്ലാ പോയിന്റുകളും കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. അത് എങ്ങനെയാണ് ഏതാന്നുള്ളത് മൊത്തമായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞതിൻ്റെ ടോട്ടലായിട്ടുള്ള വലിയ മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് അവിടുന്ന് പ്രതീക്ഷിക്കേണ്ടത്. സോ ഏതെങ്കിലും ടോപ്പിക്ക് മിസ്സാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് മാർക്ക് പോകും. സോ അതുകൊണ്ട് എല്ലാ ടോപ്പിക്കും എല്ലാ ഏരിയയും ക്ലിയർ ആയിട്ട് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ റെസ്പിറേഷൻ എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. റെസ്പിറേഷൻ നമുക്കറിയാം, റെസ്പിറേഷൻ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഐറോബിക് റെസ്പിറേഷൻ ആണ്, മറ്റൊന്ന് അനൈറോബിക് റെസ്പിറേഷൻ ആണ്. ഐറോബിക് റെസ്പിറേഷനിലും അനൈറോബിക് റെസ്പിറേഷനിലും കോമൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. സോ ഫസ്റ്റ് ഐറോബിക് റെസ്പിറേഷനിൽ ഗ്ലൈക്കോളിസിസ് നടക്കും. രണ്ടാമത്തെ അനൈറോബിക് റെസ്പിറേഷനിലും ഗ്ലൈക്കോളിസിസ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. സോ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരാളാണ് ഗ്ലൈക്കോളിസിസ്. ഷുഗറിന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആ ഷുഗർ കമ്പോണൻറ്റിന് പാർഷ്യലി ഓക്സിഡേഷൻ നടക്കുകയും എന്നിട്ട് പൈറുവിക് ആസിഡ് കിട്ടുന്ന അല്ലെങ്കിൽ പൈറുവേറ്റ് കിട്ടുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. സോ രണ്ടിനും കോമൺ ആയിട്ട് ഗ്ലൈക്കോളിസിസ് നടക്കും. ഈ ഗ്ലൈക്കോളിസിസിൻ്റെ ഇതിൽ നമ്മൾക്ക് എന്താ കിട്ടുക, ഔട്ട്പുട്ടായിട്ട് പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് കിട്ടും. ഈ അനൈറോബിക് റെസ്പിറേഷൻ്റെ കേസിൽ ഈ കിട്ടിയിട്ടുള്ള ഈ പൈറുവേറ്റിന് വീണ്ടും എന്താ നടക്കുക, ഫെർമെൻറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കും. വീണ്ടും അതിന് ഫെർമെൻറ്റേഷൻ നടക്കും. ഈ ഫെർമെൻറ്റേഷൻ ഏതൊക്കെ തരത്തിലാണ് നടക്കുക? അത് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ നടക്കാം, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ നടക്കാം. സോ ഇത്രയും തരത്തിലാണ് കാര്യങ്ങൾ അനൈറോബിക് കേസിലുള്ളത്. അനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് നടക്കും, ആ കിട്ടുന്ന പൈറുവേറ്റിൽ നിന്ന് ഫെർമെൻറ്റേഷൻ നടക്കും. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനും ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും ആയിട്ടാണ് അവിടെ ഫെർമെൻറ്റേഷൻ കംപ്ലീറ്റ് ആവുക. അനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസിലോ അല്ലെങ്കിൽ യൂകാരിയോട്ടിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസംസിലോ ആണ് അനൈറോബിക് റെസ്പിറേഷൻ നടക്കുക. ഐറോബിക് റെസ്പിറേഷൻ്റെ കേസിൽ നമ്മൾ ഗ്ലൈക്കോളിസിസ് വെച്ച് അവിടെ കംപ്ലീറ്റ് ആക്കി നിർത്തിയതാണ്. എന്നിട്ട് നമ്മൾ ഈ പ്രോസസ്സ് മൊത്തം പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഐറോബിക് റെസ്പിറേഷൻ്റെ ബാക്കി കാര്യങ്ങളാണ് കംപ്ലീറ്റ് ആവുള്ളത്. ഇതോടെ നമ്മൾ അനൈറോബിക് റെസ്പിറേഷൻ കഴിഞ്ഞ സെക്ഷനിൽ ഫെർമെൻറ്റേഷൻ വെച്ച് കംപ്ലീറ്റ് ആയതാണ്. ഐറോബിക് റെസ്പിറേഷനിൽ ഗ്ലൈക്കോളിസിസിൽ കിട്ടുന്ന പൈറുവേറ്റ് എന്ന് പറയുന്ന പൈറുവിക് ആസിഡിന് വീണ്ടും ഓക്സിഡേഷൻ നടക്കും. ഇവിടെ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ, പാർഷ്യലി ഓക്സിഡേഷൻ നടന്നിട്ടുള്ളൂ. ഫുള്ളി ഓക്സിഡേഷൻ നടന്നിട്ട് നമുക്ക് ആവശ്യമായ എനർജി കിട്ടണം. സോ ഈ പൈറുവിക് ആസിഡ് വീണ്ടും ഓക്സിഡേഷൻ നടക്കും. അവിടെ നടക്കുന്ന പ്രോസസ്സ് ഏതാണ്? ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പ്രോസസ്സ് തന്നെ നടക്കും. സെയിം പേര് തന്നെയാണെങ്കിലും കൺഫ്യൂഷൻ ആവരുത്. അവിടെ എന്താണ്, ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സാണ് നടക്കുക. സോ അതാണ് നമുക്ക് ഡീപ്പായിട്ട് നോക്കാനുള്ളത്. ഈ സെക്ഷനിൽ മുതൽ നമുക്ക് നോക്കാനുള്ളത് ആ ഒരു ഐറോബിക് റെസ്പിറേഷനിൽ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ടുള്ള ഈ പൈറുവേറ്റിന് നടക്കുന്ന ഐറോബിക് റെസ്പിറേഷൻ, ആ പ്രോസസ്സാണ് നമുക്ക് നോക്കാനുള്ളത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ദി കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ ഇൻ ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ ടു റിലീസ് എനർജി ഈസ് കോൾഡ് ഐറോബിക് റെസ്പിറേഷൻ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്ലൈക്കോളിസിസ് വഴി നമുക്ക് പാർഷ്യലി ബ്രേക്ക് ഡൗൺ ആണ് ഒരു ഗ്ലൂക്കോസിന് നടന്നിട്ടുണ്ടാവുക. അതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ അതെവിടെ നടക്കുക? ഈ ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് നടക്കുക. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പോൾ ഈ ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമ്മൾക്ക് എവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക? ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് ആ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയില്ലേ, അവിടെ നിന്നാണ് ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ ഐറോബിക് റെസ്പിറേഷൻ പൈറുവേറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം സൈറ്റോപ്ലാസം ടു മൈറ്റോകോൺട്രിയ. അതായത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, റെസ്പിറേഷൻ നടക്കുക സൈറ്റോപ്ലാസത്തിലും പിന്നെ മൈറ്റോകോൺട്രിയയിലും കൂടെയാണ്. സൈറ്റോപ്ലാസത്തെ പ്രോസസ്സ് കഴിഞ്ഞു. സൈറ്റോപ്ലാസം എവിടെയാണ് നടക്കുക? സൈറ്റോപ്ലാസത്തിൽ എന്താ നടക്കുക? സൈറ്റോപ്ലാസത്തിൽ ഗ്ലൈക്കോളിസിസ് നടക്കും. പിന്നെ ആ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ടുള്ള പൈറുവേറ്റിൻ്റെ ബാക്കി പ്രോസസ്സ് മൈറ്റോകോൺട്രിയയിലാണ് നടക്കുക. അതുകൊണ്ടാണ് നമ്മൾ റെസ്പിറേഷൻ ഈ പാഠം തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞത്, റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സൈറ്റോപ്ലാസത്തിലും മൈറ്റോകോൺട്രിയയിലും കൂടെയാണ് നടക്കുക. പകുതി പ്രോസസ്സ് സൈറ്റോപ്ലാസത്തിൽ നടക്കും, ബാക്കി പ്രോസസ്സ് എവിടെ നടക്കും? മൈറ്റോകോൺട്രിയയിൽ നടക്കും. സോ ഇവിടെ ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് സൈറ്റോപ്ലാസത്തിൽ കംപ്ലീറ്റ് ആയി.
ബാക്കി കിട്ടുന്ന ആ ഒരു സൈറ്റ് ഗ്ലൈക്കോസിസ് കഴിഞ്ഞിട്ട് കിട്ടുന്ന പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയിലേക്ക് പോവുകയും ട്രാൻസ്പോർട്ട് ചെയ്യുകയും അവിടുന്ന് ബാക്കി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. സോ എന്താണ് അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ പറയാം. ദി ക്രൂഷ്യൽ ഇവൻറ്റ്സ് ഇൻ ഐറോബിക് റെസ്പിറേഷൻ. ഐറോബിക് റെസ്പിറേഷനിലുള്ള ഇവൻറ്റുകളാണ് പറയുന്നത്. 2 ഇവൻറ്റുകളാണ് ഐറോബിക് റെസ്പിറേഷനിലുള്ളത്. 2 സ്റ്റെപ്പുകളായിട്ടാണ് ഐറോബിക് റെസ്പിറേഷൻ നടക്കുക. ഒന്നാമത്തെ ഇവന്റ് എന്താണ്, രണ്ടാമത്തെ ഇവന്റ് ആണെന്ന് പറയാം. ഒന്നാമത്തെ ഇവന്റ് എന്ന് പറയുന്നത് ദി കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറുവേറ്റ് ബൈ ദി സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഓൾ ദി ഹൈഡ്രജൻ ആറ്റം ലീവിംഗ് 3 മോളിക്യൂൾസ് ഓഫ് CO2. ഈ ഒരു കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കും. ഫസ്റ്റ് കണക്ക് കംപ്ലീറ്റ് ഓക്സിഡേഷനാണ്. പൈറുവേറ്റിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കും. എങ്ങനെ? ബൈ ദി സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം, അഥവാ സ്റ്റെപ്പായിട്ട് ഹൈഡ്രജൻ ആറ്റത്തെ റിമൂവ് ചെയ്തിട്ട് 3 മോളിക്യൂൾസ് അവിടെ ലീവ് ചെയ്തിട്ടും കൂടെ ആയിട്ട് എന്ത് നടക്കും? കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കും. പൈറുവേറ്റിന് ശരിക്ക് ഹാഫ് ഓക്സിഡേഷന് അഥവാ ഗ്ലൂക്കോസിന് ഹാഫ് ഓക്സിഡേഷൻ നടന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? പൈറുവേറ്റ് ഉണ്ടായിട്ടുള്ളത്. ഈ പൈറുവേറ്റിന് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കും. എങ്ങനെ? സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആൻഡ് CO2. ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡും റിമൂവൽ ചെയ്തിട്ടാണ് അവിടെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുക. സോ അവിടെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ദി പാസിംഗ് ഓൺ ഓഫ് ദി ഇലക്ട്രോൺ റിമൂവ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതായത് ഈ ഒരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് കിട്ടുന്ന ഇലക്ട്രോണ് 2 മോളിക്യൂൾസ് O2 വിത്ത് സൈമൾട്ടേനിയസ്ലി സിന്തസിസ് ഓഫ് ATP. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് അവിടുന്ന് റിമൂവ് ചെയ്യുന്ന ഇലക്ട്രോണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ പാസ് ചെയ്തിട്ട് അവിടെ ATP പ്രൊഡ്യൂസ് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട 2 കാര്യങ്ങളാണിത്. സോ ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റെപ്പ് പറയും, സെക്കൻഡ് ഈ സ്റ്റെപ്പും പറയും. സോ ഈ 2 സ്റ്റെപ്പും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാഠം കംപ്ലീറ്റ് ആവും. ഐറോബിക് റെസ്പിറേഷനിൽ ഈ 2 പ്രോസസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നതാണ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ്. സോ കംപ്ലീറ്റ് ഓക്സിഡേഷനിൽ നമുക്ക് ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പോലെ ഒരു സൈക്ലിക് ആയിട്ടുള്ള കാര്യം പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോണ് ഉപയോഗിച്ചിട്ട് ATP സിന്തസൈസ് ചെയ്യും. ATP സിന്തസൈസ് കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടി. സോ ആ ഒരു ATP സിന്തസിസ് കഴിഞ്ഞാൽ നമ്മൾ ഈ പാഠം കംപ്ലീറ്റ് ആവും. ഒന്നാമത്തെ പ്രോസസ്സ് നടക്കല് മൈറ്റോകോൺട്രിയയിലുള്ള മാട്രിക്സിലാണ് ഒന്നാമത്തെ പ്രോസസ്സ് നടക്കുക. രണ്ടാമത്തെ പ്രോസസ്സ് നടക്കുക മൈറ്റോകോൺട്രിയയുടെ മെമ്പറൈനിലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സൈറ്റോപ്ലാസത്തിൽ നിന്ന് മാറി മൈറ്റോകോൺട്രിയയിലാണ് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്ലൈക്കോളിസിസ് സൈറ്റോപ്ലാസത്തിൽ നടക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയ്ക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ബാക്കി പ്രോസസ്സ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ മൈറ്റോകോൺട്രിയയിൽ ആരെത്തിയിട്ടുണ്ട്? ഈ പൈറുവിക് ആസിഡ് എത്തിയിട്ടുണ്ട്. അവന് ഐറോബിക് റെസ്പിറേഷൻ നടക്കും. ഈ ഐറോബിക് റെസ്പിറേഷൻ 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുക. ഒന്ന് കംപ്ലീറ്റ് ഓക്സിഡേഷനും മറ്റേതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ട്രാൻസ്പോർട്ടും. ഈ കംപ്ലീറ്റ് ഓക്സിഡേഷൻ എവിടെ വെച്ചാണ് നടക്കുക? മൈറ്റോകോൺട്രിയൻ്റെ മെട്രിക്സിൽ വെച്ചാണ്. അഥവാ മൈറ്റോകോൺട്രിയ വെച്ചാൽ മൈറ്റോകോൺട്രിയൻ്റെ ആ ഒരു ഫ്ലൂയിഡ് ആ ഏരിയക്കാണ് അതിന് മെട്രിക്സ് എന്ന് പറയുക. അതിൽ വെച്ചാണ് എന്ത് നടക്കുക? ഒന്നാമത്തെ ഈ പ്രോസസ്സ് നടക്കുക. രണ്ടാമത്തെ പ്രോസസ്സ് നടക്കുക മൈറ്റോകോൺട്രിയൻ്റെ മെമ്പറൈനിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ പ്രോസസ്സ് നടക്കുക. സോ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് ഇവന്റ് ടേക്സ് പ്ലേസ് ഇൻ ദി മെട്രിക്സ് ഓഫ് ദി മൈറ്റോകോൺട്രിയ. അഥവാ ഈ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ഇവന്റ് ഉണ്ടല്ലോ, ഈ ഒന്നാമത്തെ ഇവന്റ് നടക്കുക എവിടെ വെച്ചിട്ടാണ്? ഈ ഒന്നാമത്തെ ഇവന്റ് നടക്കുക മെട്രിക്സിൽ വെച്ചിട്ടാണ്. മൈറ്റോകോൺട്രിയൻ്റെ മെട്രിക്സിൽ വെച്ചിട്ടാണ് ഈ ഒരു ഒന്നാമത്തെ ഇവന്റ് നടക്കുക. ഇത് സെക്കൻഡ് പ്രോസസ്സ്, അതായത് ഈ രണ്ടാമത്തെ പ്രോസസ്സ്, ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ രണ്ടാമത്തെ പ്രോസസ്സ് ഉണ്ടല്ലോ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടേഷൻ നടന്നിട്ട് ATP പ്രോസസ്സ് ചെയ്യുന്ന രണ്ടാമത്തെ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് എവിടെ വെച്ചിട്ട് നടക്കുക? ഇന്നർ മെമ്പറൈൻ ഓഫ് ദി മൈറ്റോകോൺട്രിയ. സോ ഈ 2 പോയിന്റ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഐറോബിക് റെസ്പിറേഷൻ 2 ഇവന്റ് ആയിട്ടാണ് നടക്കുക. ആദ്യത്തെ ഇവന്റിൽ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറുവിക് ആസിഡ്. ആ പ്രോസസ്സ് നടക്കല് മൈറ്റോകോൺട്രിയൻ്റെ മെട്രിക്സിൽ വെച്ചിട്ടാണ്. മൈറ്റോകോൺട്രിയൻ്റെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈറ്റോകോൺട്രിയ ഉണ്ടെങ്കിൽ ഈ മൈറ്റോകോൺട്രിയക്ക് മെമ്മറൈൻ ഉണ്ട്. മൈറ്റോകോൺട്രിയൻ മെമ്മറൈൻ ഉണ്ടാവും. ഈ മെമ്പറൈൻ്റെ ഉള്ളിലുള്ള പോർഷൻ അതിൻ്റെ മെട്രിക്സ്. ആ ഒരു മെട്രിക്സ് നമ്മൾ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് മെട്രിക്സ് എന്ന് പറയുക. അവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുക? ഫസ്റ്റ് ഇവന്റ് നടക്കുക. ശേഷം രണ്ടാമത്തെ പ്രോസസ്സ് ഇതിൻ്റെ മെമ്പറൈനിൽ വെച്ചിട്ടാണ് നടക്കുക. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുക അതിൻ്റെ മെമ്പറൈനിൽ വെച്ചിട്ടാണ്. അവിടെയാണ് ATP ഉണ്ടാവുക. സോ ആ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ബേസിക് ആയിട്ട് ആ 2 കാര്യങ്ങൾ അറിയാം. ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അതായത് ഒന്നാമത്തെ പ്രോസസ്സായ ഈ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഇതിൻ്റെ കേസ് പറയാം. അത് കുറച്ച് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ മെമ്പറൈൻ്റെ പ്രോസസ്സ് പറയും. സോ ഒന്നാമത്തെ ഇവന്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇൻ മൈറ്റോകോൺട്രിയയിൽ പൈറുവേറ്റ് അണ്ടർഗോ, അതായത് നമ്മൾ ഈ മൈറ്റോകോൺട്രിയ മെട്രിക്സിന്റെ കേസാണ് പറയുന്നത്. ഒന്നാമത്തെ ഇവന്റ് ആണ് പറയുന്നത്. പൈറുവേറ്റ് അണ്ടർഗോ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ബൈ എ കോംപ്ലക്സ് സെറ്റ് ഓഫ് റിയാക്ഷൻ കാറ്റലൈസ്ഡ് ബൈ പൈറുവിക് ഡീഹൈഡ്രോജിനേസ്. അതായത് മൈറ്റോകോൺട്രിയയിലുള്ള പൈറുവേറ്റിന്
ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കും. എന്താണ് ഈ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബോക്സിലേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നതും അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായ പ്രോസസ്സിനെയാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുക. കാർബോക്സിലേഷൻ, അതിൽ ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ കാർബോക്സിലേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യുക. കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാർബോക്സിലേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യല. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ കാർബോക്സിൽ ഗ്രൂപ്പ് റിമൂവ് ചെയ്യുക. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുകയും അവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായ പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുക. സോ ഈ പൈറുവേറ്റിന് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കും പൈറുവിക് ഡീഹൈഡ്രോജിനേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ വിത്ത് പാർട്ടിസിപ്പേഷൻ ഓഫ് സെവറൽ കോ എൻസൈംസ് ഇൻക്ലൂഡിംഗ് NADH+ ആൻഡ് കോ എൻസൈം എ. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടക്കും. പൈറുവേറ്റിന് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കും ഈ പൈറുവിക് ഡീഹൈഡ്രോജിനേസ് എന്ന് പറഞ്ഞ കാറ്റലിസ്റ്റിന്റെയും കോ എൻസൈംസിന്റെ ഒക്കെ പ്രസൻസിൽ എന്ത് നടക്കും? ഇതിന് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കും. അപ്പോൾ ആ ഒരു റിയാക്ഷനാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന ഫസ്റ്റ് ഇവന്റ് ആയ അതിലെ ഫസ്റ്റ് കാര്യമാണ് പറയുന്നത്. അവിടെ നമുക്ക് ഈ ഗ്ലൈക്കോളിസിസ് വഴി കിട്ടിയിട്ടുള്ള പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡിൽ കോ എൻസൈമും NAD+ കൂടി ചേർന്നിട്ട് ഈ ഒരു പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് ആൻഡ് Mg2+ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസന്റിൽ അസറ്റൈൽ കോ എൻസൈമും കാർബൺ ഡൈ ഓക്സൈഡും NADH ഫോം ചെയ്യും. സോ ഫസ്റ്റ് ഇവന്റിന്റെ ഈ ഒരു ഫസ്റ്റ് നടക്കുന്ന ഇവന്റിന്റെ ആദ്യത്തെ പ്രോസസ്സാണ് പറയുന്നത്. നമ്മൾക്ക് ഗ്ലൈക്കോളിസിസ് വഴി കിട്ടിയിട്ടുള്ള പൈറുവിക് ആസിഡിന് കോ എൻസൈമിൻ്റെ ഒപ്പം കൂടിച്ചേരുകയും NAD+ന്റെ ഒപ്പം കൂടിച്ചേരും. എന്നിട്ട് ഈ പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ അസറ്റൈൽ കോ എൻസൈമും കാർബൺ ഡൈ ഓക്സൈഡും NADH ആയി മാറും. സോ ഇതാണ് ആ ഒരു ഇവന്റിലെ ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ്. അസറ്റൈൽ കോ എൻസൈം ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് NADH. കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? ഇത് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തത്. അപ്പോൾ ഈ പൈറുവിക് ആസിഡ് എന്താക്കി മാറ്റി? അസറ്റൈൽ കോ എൻസൈം ആക്കി മാറ്റി. ഒരു NADH കിട്ടുകയും ചെയ്ത്. നമുക്ക് ATPയും NADH ആണ് ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ വേണ്ടത്. കാരണം എന്താ? ഈ ATPയും NADH ഒക്കെയാണ് എനർജി കോമ്പൗണ്ടുകൾ. സോ ATP കിട്ടിയാലും NADH കിട്ടിയാലും നമുക്ക് എന്താണ്? ആ ഒരു എനർജി കോമ്പൗണ്ടാണ്. സോ നമുക്ക് ഈ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോ എൻസൈം ആക്കി മാറ്റി. ഇനി ബാക്കി ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ കുറച്ച് കാര്യം കൂടെ പഠിക്കാണ്ട്. 2 molecules of NADH are produced from the metabolism of 2 molecules of pyruvic acid. നമ്മൾ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പൈറുവിക് ആസിഡ് ആണ് കിട്ടുക. പൈറുവേറ്റിന്റെ 2 മോളിക്യൂളാണ് കിട്ടുക. സോ ഒരു പൈറുവിക് ആസിഡിന് എന്ത് കിട്ടണം? അസറ്റൈൽ കോ എൻസൈമും NADHും കിട്ടിയാൽ മറ്റേതിനും അതേപോലെ കിട്ടും. അപ്പോൾ ഈ പൈറുവിക് ആസിഡിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുക? 2 molecules of NADH കിട്ടും. അതാണ് ഈ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൈറുവേറ്റ് നമ്മളെ കയ്യിൽ ഗ്ലൈക്കോസിസ് കഴിഞ്ഞിട്ട് 2 ഉണ്ട്. ആ 2നും ഈ പറഞ്ഞിട്ടുള്ള ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുകയും 2 NADH ഫോം ചെയ്യുകയും ചെയ്യും. ദി അസറ്റൈൽ കോ എൻസൈം, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള അസറ്റൈൽ കോ എൻസൈമിന് ഇനി വീണ്ടും വേറെ പ്രോസസ്സ് നടക്കും. ഇത് ഈ ഒന്നാമത്തെ ഇവന്റിൽ നിന്ന് തന്നെ ഉള്ളതാണ്. ഒന്നാമത്തെ ഇവന്റിൽ നടക്കുന്ന കംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ് ഈ പറഞ്ഞു പോകുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസിന്റെ പ്രസൻസിൽ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുകയും അസറ്റൈൽ കോ എൻസൈം ഫോം ചെയ്യുകയും എന്നുള്ള ഫസ്റ്റ് ഇവന്റിലെ ഫസ്റ്റ് പ്രോസസ്സാണ് ഈ പറഞ്ഞത്. ഇതിൽ ഈ അസറ്റൈൽ കോ എൻസൈം ദെൻ എൻറ്റേഴ്സ് എ സൈക്ലിക് പാത്വേ. ഈ അസറ്റൈൽ കോ എൻസൈം ഒരു സൈക്ലിക് പാത്വേയിലേക്ക് എൻറ്റർ ചെയ്യും. ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. അതിന് സൈക്ലിക് പാത്വേ അല്ലെങ്കിൽ പറയുന്ന വേറൊരു പേരാണ് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, മോർ കോമൺലി കോൾഡ് ക്രെബ്സ് സൈക്കിൾ. സോ നമുക്ക് പറയാം ഈ അസറ്റൈൽ കോ എൻസൈം ക്രെബ്സ് സൈക്കിളിലേക്ക് എന്ത് ചെയ്യും? എൻറ്റർ ചെയ്യും. ഇത് ക്രെബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ക്രെബ്സ് സൈക്കിൾ എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഇവന്റിലെ ഫസ്റ്റ് പ്രോസസ്സ് അഥവാ ഓക്സിഡേറ്റീവ് കാർബോക്സിലേഷൻ നടന്നിട്ട് അസറ്റൈൽ കോ എൻസൈം കിട്ടുകയും ആ അസറ്റൈൽ കോ എൻസൈം സൈക്ലിക് പാത്വേക്ക് നടക്കും. ആ സൈക്ലിക് പാത്വേന്റെ പേരാണ് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ പറയും ക്രെബ്സ് സൈക്കിൾ. സോ ഈ ഏതെങ്കിലും ഈ ഒരു സൈക്കിൾക്ക് എന്ത് ചെയ്യും? കടക്കും. സോ അതിന്റെ കേസാണ് പറയാനുള്ളത്. ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, ക്രെബ്സ് സൈക്കിൾ ഓർ സിട്രിക് ആസിഡ് സൈക്കിൾ. ഇത്രയും 3 പേരുകളിലായിട്ടാണ് ഈ ഒരു പ്രോസസ്സ് അറിയപ്പെടുന്നത്. അതായത് ഒന്നാമത്തെ ഇവന്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്ലിക്കാണ് ഈ പറയുന്നത്. ഐറോബിക് റെസ്പിറേഷനിൽ 2 ഇവന്റിൽ ആദ്യത്തെ ഇവന്റാണ് ഈ പറയുന്നത്. അതിൽ ഫസ്റ്റ് പ്രോസസ്സ് പറഞ്ഞു. ആ ഫസ്റ്റ് പ്രോസസ്സിന് ശേഷം ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. എന്താണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ പൈറുവിക് ആസിഡിൽ നിന്നും അസറ്റൈൽ കോ എൻസൈം കിട്ടുന്നതാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. അസറ്റൈൽ കോ എൻസൈം നിങ്ങൾക്ക് കിട്ടിയല്ലോ. ആ അസറ്റൈൽ കോ എൻസൈം ഒരു സൈക്ലിക് പ്രോസസ്സിലേക്ക് എൻ്റർ ആവും. ഈ സൈക്കിൾ പ്രോസസ്സ് എൻ്റർ ആയിട്ട് അവിടുന്ന് കുറേ NADHും ATP ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ ഒരു പ്രോസസ്സാണ് ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്.
ഈ സൈക്കിൾ എന്ന് പറഞ്ഞ പേരാണ് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, അല്ലെങ്കിൽ ക്രബ് സൈക്കിൾ എന്ന് പറയും, അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയും. ഇത്രയും പേരുകൾ ഇത് അറിയപ്പെടും. സോ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സൈക്കിൾ അഥവാ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ ഉണ്ടല്ലോ, പറഞ്ഞിട്ടുള്ള ഈ പൈറുവേറ്റ് എന്താകും മാറുണ്ട്, അസറ്റൈൽ കോഎൻസൈം ആവണ കേസാണ് ഇവിടെ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ആദ്യത്തെ റിയാക്ഷനിൽ കാണിച്ചിട്ടുള്ള എന്താണ്, ഈ അസറ്റൈൽ കോഎൻസൈം ഫോം ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് അസറ്റൈൽ കോഎൻസൈം കിട്ടി. അതെന്താണ്, ശേഷം ഒരു സൈക്കിളിലേക്ക് എൻ്റർ ആവുകയാണ്. ആ സൈക്കിളിലേക്ക് എൻ്റർ ആവുന്ന സമയത്ത് ആദ്യം അത് ഓക്സാലോ അസറ്റിക് ആസിഡിനോട് കൂടിച്ചേരും. ഈ റിയാക്ഷനും നമ്മൾ ഗ്ലൈക്കോളിസിൻ്റെ റിയാക്ഷൻ പഠിച്ചില്ല, അതേപോലെ മൊത്തമായിട്ട് വരക്കാൻ പഠിക്കേണ്ട അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ട ഒരു സൈക്കിളിക്കാണത്. എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ അസറ്റൈൽ കോഎൻസൈം ഓക്സാലോ അസറ്റിക് ആസിഡിൻ്റെ ഒപ്പം കൂടിച്ചേരുകയും എന്നിട്ട് സിട്രിക് ആസിഡ് ഫോം ചെയ്യുകയും ചെയ്യും. ഫസ്റ്റ് പഠിക്കേണ്ട അതാണ്. ഈ അസറ്റൈൽ കോഎൻസൈമിൻ്റെ കാർബൺ എത്രയാണ്, 2 കാർബണാണ് ഉണ്ടാവുക. ഈ ഓക്സാലോ അസറ്റിക് ആസിഡിൽ 4 കാർബൺ ഉണ്ടാവുക. ഈ 2ഉം 4ഉം കാർബൺ കൂടി 6 കാർബൺ ഉള്ള സിട്രിക് ആസിഡ് ഫോം ചെയ്യും. അങ്ങനെ ഈ ഒരു സിട്രിക് ആസിഡ് ഫസ്റ്റ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് സിട്രിക് ആസിഡ് സൈക്കിൾ എന്നുള്ളൊരു പേര് വരാനും കാരണം. സോ ഫസ്റ്റ് പ്രോസസ്സ് അസറ്റൈൽ കോഎൻസൈം ഓക്സാലോ അസറ്റിക് ആസിഡിനായിട്ട് കൂടി ചേരുകയും സിട്രിക് ആസിഡ് ഫോം ചെയ്യും. ഈ സിട്രിക് ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്തിട്ട് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഫോം ചെയ്യും. ഈ ഒരു ഗ്ലൂട്ടാറിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഫോം ചെയ്യുന്ന ആ സ്റ്റെപ്പിൽ തന്നെ ഒരു NADH ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ അസറ്റൈൽ കോഎൻസൈം ഫോം ചെയ്യുമ്പോൾ ഒരു NADH കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു പ്രോസസ് സൈക്കിളിൽ കഴിഞ്ഞ് സിട്രിക് ആസിഡ് കഴിഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ NADH വേറെയും ഫോം ചെയ്യുന്നുണ്ട്. ദെൻ ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടറിക് ആസിഡിന് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് കിട്ടും, സക്സിനിക് ആസിഡ് കിട്ടും. ഈ സക്സിനിക് ആസിഡ് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നുണ്ട്, ഒരു NADH ഫോം ചെയ്യുന്നുണ്ട്, ഒരു GDPയിൽ നിന്നൊരു GTP ഫോം ചെയ്യുന്നുണ്ട്. GTP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ആസ് ATP തന്നെയാണ്. അതായത് നമ്മൾ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ അഡിനിൻ എന്നുള്ളിടത്ത് ഗ്വാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്യൂൾ വരുന്നതാണ് GTP എന്ന് പറയുന്നത്. രണ്ടാളും സെയിം തന്നെ. ATPൻ്റെ അതേ ആൾ തന്നെയാണ് GTP. നമ്മളിപ്പോൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ആ ഒരു അഡിനിൻ എന്നുള്ളിടത്ത് ഗ്വാനിൻ ആവുന്ന ഒരു പ്രോസസ്സാണ്. സോ അവിടെ നിങ്ങൾ വേറെ കൺഫ്യൂഷൻ ആവേണ്ട. ഒരു ATP ഫോം ചെയ്യുന്ന പോലെ തന്നെ GDPയിൽ നിന്ന് GTP ഫോം ചെയ്യുക. അതായത് ADPയിൽ നിന്ന് ATP ഫോം ചെയ്യില്ലേ, അതേപോലെ GDPയിൽ നിന്ന് GTP ഫോം ചെയ്യാണ്. എവിടുന്ന്, ആൽഫ കീറ്റോ ഗ്ലൂട്ടറിക് ആസിഡ് സക്സിനിക് ആസിഡ് ഫോം ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിൽ. ശേഷം ഇവിടുന്ന് സക്സിനിക് ആസിഡിൽ നിന്ന് മാലിക് ആസിഡ് ഫോം ചെയ്യും. അവിടെ എന്താണ്, ഒരു FAD പ്ലസ് FADH2 ആവും. നമ്മൾ ഈ NADH2 പോലെ തന്നെ ഒരു എനർജി യൂണിറ്റ് ആണ് FADH2. നമ്മൾ NADH ഫോം ചെയ്തില്ലേ, അതേപോലെ തന്നെ ഒരാളാണ് FDH. സോ FADH2 ഫോം ചെയ്യും. ശേഷം ആ മാലിക് ആസിഡിൽ നിന്ന് ഓക്സാലിക് ആസിഡ് തന്നെ റീജനറേറ്റ് ചെയ്യും. അവിടെ ഒരു NADH ഫോം ചെയ്യുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ കാർബണിൻ്റെ എണ്ണമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ അസറ്റൈൽ കോഎൻസൈമും ഓക്സാലോ അസറ്റിക് ആസിഡും കൂടി ചെയ്യുന്ന സമയത്ത് 6 കാർബണുള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്ത്, ഈ 6 കാർബണിൽ നിന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോയ ഒരു കാർബൺ പോയി. ശേഷം 5 കാർബണുള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടറിക് ആസിഡ് കിട്ടും. അതിൽ നിന്ന് വീണ്ടും ഒരു കാർബൺ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ കിട്ടുക, 4 കാർബണുള്ള സക്സിനിക് ആസിഡ് ഫോം ചെയ്യും. അതിന്ന് പിന്നെ FADH ഫോം ചെയ്യുള്ളൂ. പിന്നെ മാലിക് ആസിഡും എന്താണ്, 4 കാർബണാണ്. ഓക്സാലോ അസറ്റിക് ആസിഡും 4 കാർബണാണ്. സോ ഇത് ഈ സൈക്ലിക് പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് 3 NADH കിട്ടുന്നത്. അതായത് ഈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ് സൈക്കിളിൽ 3 NADH ഫോം ചെയ്യുന്നുണ്ട്, ഒരു FADH2 ഫോം ചെയ്യുന്നുണ്ട്, ഒരു GTP ഫോം ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പത്തായിട്ടുള്ള ഒരു പ്രോസസ്സിൽ ഒരു NADH ഫോം ചെയ്യുന്നു. ടോട്ടലി എയറോബിക് റെസ്പിറേഷനിൽ 4 NADH ഫോം ചെയ്യും, ഒരു GTP ഫോം ചെയ്യും, ഒരു FADH2 ഫോം ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഈ സൈക്കിളിക്ക് നമുക്ക് വരക്കാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ പ്രോസസ്സും നമ്മൾ പറഞ്ഞു നോക്കുക. നമ്മൾ ആ ഒരു ഗ്ലൈക്കോളിസിസ് പഠിച്ചിട്ടുള്ള ആ ഒരു സ്റ്റെപ്പിൻ്റെ പറഞ്ഞ അതേ കാര്യങ്ങൾ പോലെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ പഠിക്കേണ്ടത്. സിമ്പിളായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റിയ കാര്യങ്ങളേ ഉള്ളൂ. ഒരു നിലക്ക് ആദ്യം ഇതിൻ്റെ ഔട്ട്പുട്ടുള്ള കാര്യങ്ങൾ മൊത്തം പഠിച്ചു വെക്കുക. എന്നിട്ട് എവിടെയൊക്കെയാണ് NADH2 CO2 റിമൂവ് ചെയ്യണം എന്നുള്ള കേസും പഠിച്ചു വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സൈക്കിൾ വരക്കാനും കൃത്യമായിട്ട് ആൻസർ ചെയ്യാനും പറ്റും. നമ്മൾക്ക് ഇതിൽ കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ കേസ് എന്താ നോക്കാം. ഔട്ട്പുട്ട് ഓഫ് ക്രെബ് സൈക്കിൾ ഓർ സിട്രിക് ആസിഡ് സൈക്കിൾ. നമ്മൾ ഈ ക്രെബ് സൈക്കിളിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന അത് NADHൻ്റെയും അഥവാ എനർജി ക്വാണ്ടിറ്റി ആയ GTP, FADH2 അതിൻ്റെയൊക്കെ അളവിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയാം. ഡ്യൂറിങ് ദിസ് സൈക്കിൾ ഓഫ് റിയാക്ഷൻ 3 മോളിക്യൂൾ ഓഫ് NAD പ്ലസ് ആർ റെഡ്യൂസ്ഡ് ടു NADH. അഥവാ 3 മോളിക്യൂൾ ഈ ക്രെബ് സൈക്കിളിൻ്റെ മാത്രം കേസ്, അത് ഈ സൈക്കിളിൻ്റെ കേസ് മാത്രമാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രെബ് സൈക്കിളിന് മുമ്പുള്ള റിയാക്ഷനാണ്. അതായത് ഈ പൈറുവേറ്റ് അസറ്റൈൽ കോഎൻസൈം ആയിട്ട് അസറ്റൈൽ കോഎൻസൈം ഇവിടുന്ന് തന്നി വരുന്ന റിയാക്ഷനെ ക്രെബ് സൈക്കിൾ എന്ന് പറയാം.
പക്ഷെ നമ്മൾ ആ ഒരു ഐറോബിക് റെസ്പിറേഷൻ ഈ ഒരു ക്രെബ്സ് സൈക്കിൾ വരക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വരക്കണം. സോ നമ്മൾക്ക് ഈ ഒരു ക്രെബ്സ് സൈക്കിളിൽ 3 മോളിക്യൂൾ ഓഫ് NADH ആണ് ഫോം ചെയ്യുക. അതായത് ഇവിടെ 1, 2, 3 ഇങ്ങനെ 3 മോളിക്യൂളായിട്ട് NADH നമുക്ക് ഫോം ചെയ്യും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ FADH2ൻ്റെ ഒരു മോളിക്യൂളും ഫോം ചെയ്യും. സോ 3 NADHും ഒരു FADH2. പിന്നെ ഈ പ്രോസസ്സിൽ ഫോം ചെയ്യുന്ന ഒരാളാണ് GTP. GDP എന്തായാലും GTP ആയിക്കൊണ്ടേ ഇരിക്കും. സോ GTP ഫോം ചെയ്താൽ ഉടനെ തന്നെ അത് എന്തായി മാറും? ATP ആയി മാറും. സോ യൂസിങ് ദിസ് 1 മോളിക്യൂൾ ഓഫ് ATP റെഡ്യൂസ്ഡ് ഡ്യൂറിങ് ദിസ് ഫ്രം GTP. JTPയിൽ നിന്ന് എന്തായും എപ്പോഴും ATP ഫോം ചെയ്യും. GTP ആവുന്ന പ്രോസസ്സാണ് ഈ ഒരു നടക്കുകയെങ്കിലും അവിടെ എന്ത് കിട്ടും? നമുക്ക് ATP ഫോം ചെയ്യും. അതിന് പറഞ്ഞ പേരാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. അതിൻ്റെ ഒരു അഡിനിൻ ഗ്വാനിൻ എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റുകൾ മാറുക. അതുകൊണ്ടാണ് ആ ഒരു പ്രോസസ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മുതൽ ഈ ഒരു സ്റ്റെപ്പിനാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയാറുണ്ട്. പിന്നെ ഫോർ ദ കണ്ടിന്യൂസ് ഓക്സിഡേഷൻ ഓഫ് അസറ്റൈൽ കോൻസൈം, ഈ അസറ്റൈൽ കോൻസൈൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓക്സിഡേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് റീപ്ലേസ്മെന്റ് ഓഫ് ഓക്സാലിക് അസറ്റിക് ആസിഡ് ഈസ് നെസസറി. അതായത് ഈ ഒരു ഓക്സാലിക് അസറ്റിക് ആസിഡ് എപ്പോഴും ഇതേപോലെ റീജനറേറ്റ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് സൈക്കിൾ നടക്കുള്ളൂ. ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഈ ഓക്സാലിക് അസറ്റിക് ആസിഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ റീജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ അസറ്റിക് ആസിഡ് ഈ അസറ്റൈൽ കോൻസൈം ഇവിടെ കൂടി ചെയ്യുന്നിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി സൈക്ലിക് ആയിട്ട് പ്രോസസ്സ് നടക്കുകയുള്ളൂ. In addition to this, regeneration of NAD+ from NADH and FAD+2 from FADH2 are also required. അതായത് ഈ ഒരു ഓക്സാലൈറ്റ് അസറ്റിക് ആസിഡ് റീജനറേഷൻ നടക്കുന്ന സമയത്ത് FAD+ FADH2 ആവുകയും ചെയ്യും, NADH മാറുകയും ചെയ്യും. ആ ഒരു റീജനറേഷനും അവിടെ നടക്കും എന്നുള്ള കേസാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഒരു ക്രെബ്സ് സൈക്കിൾ നടക്കുന്ന സമയത്ത് NADH 3 ഫോം ചെയ്യും, ഒരു GTP അഥവാ ഒരു ATP ഫോം ചെയ്യും, ഒരു FADH2 ഫോം ചെയ്യും എന്നുള്ള കേസ് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഔട്ട്പുട്ട് ചോദിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്കൊരു റിയാക്ഷൻ വരക്കേണ്ടതായിട്ടില്ല. ഔട്ട്പുട്ട് ഓഫ് ക്രെബ്സ് സൈക്കിൾ ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ പറയാം. പക്ഷേ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ സൈക്കിളിക്ക് ഓർമ്മ ഉണ്ടാവണം. നമുക്ക് ഈ ഒരു ടോട്ടൽ ഐറോബിക് റെസ്പിറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായി ഇവൻ്റായ ടോട്ടൽ കാര്യങ്ങൾ പറയാം. അതിൻ്റെ ടോട്ടൽ ഇവൻറ്റ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് ഒരു ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യാണ്. സോ ആ ഒരു ഈ ക്രെബ്സ് സൈക്കിൾ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഐറോബിക് റെസ്പിറേഷൻ 1ാമത്തെ ഇവൻറ്റ് കഴിഞ്ഞു. എനിക്ക് 2ാമത്തെ ഇവൻ്റാണ് നോക്കാനുള്ളത്. ഈ 1ാമത്തെ ഇവൻറ്റിൻ്റെ ഔട്ട്പുട്ടാണ് ഈ പറയുന്നത്. നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നത് എന്താണ്? പൈറുവിക് ആസിഡാണ് കൊടുക്കുന്നത്. പൈറുവിക് ആസിഡ് കൊടുക്കുകയും നമ്മൾക്ക് എന്തൊക്കെയാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുക? NADH, FADH2, ATP ആണ് കിട്ടുക അല്ലേ? ആദ്യത്തെ ഒരു ചെറിയ റിയാക്ഷനിൽ ഒരു NADH കിട്ടും. പിന്നെ ബാക്കി നമ്മൾക്ക് 3 NADH വേറെ കിട്ടും. ടോട്ടൽ 4 NADH അവിടെ കിട്ടും, ഔട്ട്പുട്ടായിട്ട് കിട്ടും. പിന്നെ ആ റിയാക്ഷനിൽ തന്നെ നമുക്ക് എന്തുണ്ട്? ഒരു FADH2 കിട്ടുന്നുണ്ട്, ഒരു ATP കിട്ടുന്നുണ്ട്. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. 1ാമത്തേൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആദ്യം ചെറിയ റിയാക്ഷൻ നടക്കുന്നുണ്ട്, അതിൽ നമുക്ക് NADH കിട്ടും. ആ കിട്ടുന്ന ഒരു പ്രോസസ്സ് പിന്നെ ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത്. ആ ക്രെബ്സ് സൈക്കിളിൽ നിന്ന് 3 NADH കിട്ടും. സോ നമുക്ക് ടോട്ടലി 4 NADH ആയി മാറി. അതായത് നമുക്കിവിടെ 3 NADH കിട്ടിയത് അറിയാം. ശേഷം 4 NADH ആവും, പിന്നെ ഒരു FADH കിട്ടും, ഒരു ATP കിട്ടും. ഇങ്ങനെ ടോട്ടൽ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു NADH കിട്ടാൻ വേണ്ടിയിട്ട് ഈ റിയാക്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? പൈറുവിക് ആസിഡിൽ നിന്ന് ഇത്രയും പ്രോസസ്സുകളാവുന്നത്. അവിടെ എന്താവുന്നത്? 4 NAD+, 4 NADH ആയി മാറാണ്. ഒരു FAD+, ഒരു FADH2 ആയി മാറാണ്. ഒരു ADP API അഥവാ ഇനോർഗാനിക് ഫോസ്ഫേറ്റിനേറ്റ് കൂടി ചേർന്നിട്ട് ATP ആയി മാറാണ്. അത് ശരിക്കും ഒരു GTP ആണ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ. ഐറോബിക് റെസ്പിറേഷൻ്റെ ഫസ്റ്റ് ഇവൻ്റ് ആയിട്ടുള്ള ക്രെബ്സ് സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1ാമത്തെ ഇവൻറ്റ് കഴിഞ്ഞു. അതിൻ്റെ ഓവറോൾ റെസ്പിറേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അറ്റ് ദി എൻഡ് ഗ്ലൂക്കോസ് ഹാസ് ബീൻ ബ്രോക്കൺ ഡൗൺ ടു റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് 8 മോളിക്യൂൾ ഓഫ് NADH. അതായത് ഈ ഒരു ഗ്ലൂക്കോസിന് ഫുള്ളി ബ്രേക്ക് ഡൗൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? 8 മോളിക്യൂൾ ഓഫ് NADH കിട്ടും. 2 FADH2 ആർ സിന്തസൈസ്ഡ് ആൻഡ് ജസ്റ്റ് 2 മോളിക്യൂൾ ഓഫ് ATP. ഇപ്പോൾ ഈ ഒരു വാല്യൂ ഒക്കെ മാറിയത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ 8 മോളിക്യൂൾ ഓഫ് NADH2 ആയത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ ഒരു പൈറുവിക് ആസിഡിനാണ്. നമുക്ക് ഗ്ലൈക്കോളിസിസ് ഗ്ലൂക്കോസിന് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ 2 പൈറുവിക് ആസിഡ് കിട്ടും. സോ ഒരു പൈറുവിക് ആസിഡിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 2 പൈറുവിക് ആസിഡ് ആകുമ്പോൾ ഇതൊക്കെ ഡബിൾ ആവും. എന്താവും? 8 NADH ആവും, 2 FADH2 ആവും, 2 ATP ആവും. സോ ഐറോബിക് റെസ്പിറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുന്ന സമയത്ത് നമ്മൾക്ക് എന്തൊക്കെയാണ് കിട്ടുക? 8 NADH2ഉം 2 ATPയും 2 FADH2. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? ഒരു മോളിക്യൂളോ പൈറുവിക് ആസിഡ് നടക്കുന്ന ഓവറോൾ റിയാക്ഷനായി പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് 2 പൈറുവിക് ആസിഡ് കിട്ടുന്നുണ്ടല്ലോ. 2 പൈറുവിക് ആസിഡ് ആയതുകൊണ്ട് ഇതൊക്കെ ഡബിൾ ആയി മാറും. ഈ റിയാക്ഷൻ മാറ്റി എഴുതുമ്പോൾ നമ്മൾ ഇതൊക്കെ ഡബിൾ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഇക്വേഷൻ്റെ ഓവറോൾ റിയാക്ഷൻ കഴിഞ്ഞു.
ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയാനുള്ളത്. സോ നമ്മുടെ ഈ ഒരു ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി, അയറോബിക് റെസ്പിറേഷൻ ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ ഇവന്റ് ആണ് നോക്കാനുള്ളത്. ദി പാസിംഗ് ഓഫ് ഇലക്ട്രോഡ് റിമൂവ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഹൈഡ്രജൻ ആറ്റം ടു മോളിക്കുലർ O2 വിത്ത് സൈമൾട്ടേനിയസ് സിന്തസിസ് ഓഫ് ATP. അതായത് നമ്മൾക്ക് ഇവിടെ ഈ ഒരു NADH ഒക്കെ കിട്ടുന്ന സമയത്ത് അവിടെ എന്താണ്, ഒരു ഹൈഡ്രജനെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാണ് അല്ലേ. NAD+ ഇങ്ങനെ NADH ആയി മാറുന്ന സമയത്ത് ഒരു 4H+ റിമൂവ് ചെയ്യുന്നവിടെ കാണുന്നുണ്ട്. സോ അവിടെ നമുക്ക് അവിടെ നിന്നിട്ടുണ്ട് ഒരു ഇലക്ട്രോണിനെ ഒരു മാറുന്നുണ്ട്, അഥവാ ആ ഒരു റിയാക്ഷനിൽ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് റിമൂവ് ചെയ്യണ കേസൊക്കെ ഞാൻ ഇവിടെ കാണിക്കാം. സോ ആ ഒരു ഇലക്ട്രോൺ റിമൂവ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് കടക്കും. ആ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ATP ഫോം ചെയ്യും. അതാണ് രണ്ടാമത്തെ പ്രോസസ്സ് പറയാനുള്ളത്. ഈ രണ്ടാമത്തെ പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത്? ഒന്നാമത്തെ പ്രോസസ്സ് നമുക്ക് മൈറ്റോകോൺട്രിയന്റെ മെട്രിക്സിലാണ് നടക്കുന്നത്. രണ്ടാമത്തെ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ് നടക്കുന്നത്. സോ ആ ഒരു കേസിലേക്ക് പോവാം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. എന്താണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നുള്ളതും എന്താണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്നുള്ളത് നമുക്ക് പറയണം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾക്ക് അവിടെ കിട്ടുന്നുള്ള ഇലക്ട്രോഡ് എന്ത് ചെയ്യാണ്, ഈ ഒരു മൈറ്റോകോൺട്രിയൽ മെട്രിക്സിൽ, അഥവാ നമ്മൾ ഈ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്, ഇത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെയാണ്. ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുകയും ATP ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ദീസ് റിയാക്ഷൻസ് ഇൻ ദി റെസ്പിറേറ്ററി പ്രോസസ് ആർ ടു റിലീസ് ആൻഡ് യൂട്ടിലൈസ് ദി എനർജി സ്റ്റോർഡ് ഇൻ NADH ആൻഡ് FADH2. നമ്മൾ ഈ ഒരു റെസ്പിറേറ്ററി റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, NADH-ലും FADH2-ലും ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജിനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. സോ ആ ഒരു പ്രോസസ്സിൽ ദി മെറ്റബോളിക് പാത്വേ ത്രൂ വിച്ച് ദി ഇലക്ട്രോൺ പാസസ് ഫ്രം വൺ കാരിയർ ടു അനദർ കാരിയർ ഈസ് കോൾഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. നമ്മൾ ഈ മെറ്റബോളിക് പാത്വേ, അതായത് ഈ ഒരു എനർജി യൂസ് ചെയ്യുന്ന പ്രോസസ്സിൽ ഒരു കരിയറിൽ നിന്ന് മറ്റൊരു കരിയറിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെയാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ETS സിസ്റ്റം എന്ന് പറയാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് പ്രസന്റ് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെമ്പറൈൻ. ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കുന്നത് മൈറ്റോകോൺട്രിയന്റെ ഇന്നർ മെമ്പറൈനിലാണ്. സോ അതാണ് ഇവിടെ ഈ ചിത്രം കൊടുത്തുള്ളത്. സൂം ചെയ്തിട്ട് ഞാൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്നത് ഇവിടെയുള്ള പോർഷൻ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയന്റെ മെട്രിക്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ മൈറ്റോകോൺട്രിയൽ മെമ്പറൈൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഔട്ടർ ഇന്റർ മെമ്പറൈൻ സ്പേസാണ്. അതായത് നമ്മൾക്ക് ഒരു മൈറ്റോകോൺട്രിയ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ മൈറ്റോകോൺട്രിയക്ക് ആദ്യത്തെ മെമ്പറൈനാണ് ഈ കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ മെമ്പറൈൻ മൈറ്റോകോൺട്രിയ രണ്ടാമത്തെ മെമ്പറൈനാണിത്. ഈ മെമ്പറൈനിൽ മെട്രിക്സിലാണ് നമ്മൾ ആദ്യത്തെ ഇവന്റ് നടക്കുക. രണ്ടാമത്തെ ഇവന്റ് ഇതിന്റെ ഈ ഒരു മെമ്പറൈനിലാണ് നടക്കുക. ആ ഒരു മെമ്പറൈൻ നടക്കുന്ന ഇവന്റിന്റെ കേസാണ് ഈ പറയുന്നത്. സോ ഇവിടെ നടക്കുന്ന ഈ ഒരു പറഞ്ഞിട്ടുള്ള ഈ മെമ്പറൈനാണ് ഈ വരച്ചിട്ടുള്ളത്. ഇതിന്റെ മെട്രിക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ ഔട്ടർ പോർഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോവാം. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ കാണിക്കണത് നമ്മളെ ഈ ഒരു ഇതിൻ്റെ ഡയഗ്രാണ്. ഡയഗ്രാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ട് സൂം ചെയ്ത് കാണിച്ചതാണ്. കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഡയഗ്രത്തിനെ ഞാൻ പകുതിയാക്കിയിട്ട് എന്ത് ചെയ്തിട്ടാണ് രണ്ട് പോർഷനായിട്ട് കാണിച്ചാണ് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു ETS ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കുന്നത് 5 കോംപ്ലക്സിലായിട്ടാണ്. നമ്മൾ ഈ ഒരു മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ 5 കോംപ്ലക്സുകൾ ഉണ്ട്. നമുക്കിത് റഫായിട്ട് ഇതേപോലെ നമുക്ക് എക്സാമിന് ഇങ്ങനെ ഓരോ കള്ളി വെച്ചിട്ട് വരക്കാം. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താണ് ആ ഡയഗ്രാം അതേപോലെ തന്നെ എടുത്തതാണ്. സോ ഈ ഒരു മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ നടക്കുന്ന ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മെട്രിക്സിലാണ് അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മെട്രിക്സിൽ എന്ത് നടക്കും, നമ്മളെ കഴിഞ്ഞ ആ ഒരു അയറോബിക് റെസ്പിറേഷനിൽ പറഞ്ഞിട്ടുള്ള ക്രെബ് സൈക്കിൾ ഈ മെട്രിക്സിലാണ് നടക്കാന്ന് പറഞ്ഞു. ഇതിന്റെ മെട്രിക്സ് ആണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ആരോ മാർക്കിട്ട് മെട്രിക്സ് എന്ന് കാണും. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൽ NADH എന്തായി മാറുന്നുണ്ട്, NAD പ്ലസ് NADH ആയി മാറുന്നുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. NADA പ്ലസ് NADH ആയി മാറുന്നുണ്ട്. ഈ NAD പ്ലസ് NADH ആയി മാറുന്ന സമയത്ത് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യും. സോ ആ ഇലക്ട്രോൺ ഒന്നാമത്തെ ട്രാൻസ്പോർട്ട് അഥവാ ഒന്നാമത്തെ കോംപ്ലക്സിലൂടെ പാസ് ചെയ്യും. സോ ഇവിടെ കാണിച്ചിട്ടുള്ളത് കോംപ്ലക്സ് നമ്പർ 1 ആണ്. ഇത് ഒന്നാമത്തെ കോംപ്ലക്സ് ആണ്. ഈ ഒന്നാമത്തെ കോംപ്ലക്സ്, ഇത് ആദ്യത്തത് ഒന്നാമത്തെ കോംപ്ലക്സ്, പിന്നെ അടുത്തത് മൂന്നാമത്തെ കോംപ്ലക്സ്. ഇതിന് ഓർഡർ നോക്കണം. ഇത് ഒന്നാമത്തെ കോംപ്ലക്സ്, ഇത് രണ്ടാമത്തെ കോംപ്ലക്സ്, ഇത് മൂന്നാമത്തെ കോംപ്ലക്സ്, ഇത് നാലാമത്തെ കോംപ്ലക്സ്, ഇത് അഞ്ചാമത്തെ കോംപ്ലക്സ്. ഇതിന് നീളത്തിലുള്ള ഡയഗ്രത്തിൽ കാണിച്ചു തരാം. ഇത് ഒന്നാമത്തെ കോംപ്ലക്സ് നമ്പർ 1, ഇത് കോംപ്ലക്സ് 2, ഇത് കോംപ്ലക്സ് 3, ഇത് കോംപ്ലക്സ് 4, കോംപ്ലക്സ് 5. ഇത്രയും കോംപ്ലക്സിലൂടെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുകയും അവസാനം ATP കിട്ടുകയും ചെയ്യും. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമുക്ക് പഠിക്കാനുള്ളത് ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ആ ഒരു കേസേ നമുക്ക് ഓർക്കാനുള്ളൂ. ആ മൂവ് ചെയ്യുന്ന കേസേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, അതൊരു ഫ്ലോ ചാർട്ട് ആയിട്ട് വരക്കാൻ പഠിക്കണം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയ ഡയഗ്രാം വെച്ചിട്ട് ഇതിനെ വരയ്ക്കുകയും ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പും ഞാൻ എന്ത് ചെയ്യാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ മെട്രിക്സിലുള്ള
NAD പ്ലസ് NADH ആയി അല്ലെ NADH NAD പ്ലസ് ആവണ സമയത്ത് അവിടുന്ന് ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുകയും ആ ഇലക്ട്രോൺ ഒന്നാമത്തെ കോംപ്ലക്സിലേക്ക് എൻ്റർ ആവും. ഈ ഒന്നാമത്തെ കോംപ്ലക്സിലേക്ക് എൻ്റർ ആയതിനു ശേഷം ആ ഇലക്ട്രോൺ അതിലൂടെ ഫസ്റ്റ് കോംപ്ലക്സിലൂടെ മൂവ് ചെയ്യും. അവിടുന്ന് റിലീസ് ആവുന്ന H+ ഈ മെട്രിക്സിൽ നിന്ന് മെംബ്രെയിനിൽ കൂടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പോകും. ഞാൻ പറയുന്ന പ്രോസസ്സ് അതേപോലെ ആലോചിക്കണം. NADH NAD+ ആവുന്ന സമയത്ത് അവിടെ ഈ മെട്രിക്സിൽ നമ്മൾ NADH ഒക്കെ ഫോം ചെയ്യുന്നുണ്ടല്ലോ, ഈ ഒരു മെട്രിക്സിൽ ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ. അവിടുന്ന് NADH എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് NADHലാണ് എനർജി ഉള്ളത്. NADH സ്പ്ലിറ്റ് ആവണം, എന്നാലേ നമുക്ക് എനർജി കിട്ടുള്ളൂ. ആ ഒരു കേസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് ATP ഫോം ചെയ്യണം. സോ ഈ NADH NAD+ ആവുന്ന സമയത്ത് അവിടുന്ന് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണ് ഈ ഒന്നാമത്തെ കോംപ്ലക്സിലേക്ക് കയറും. ഒന്നാമത്തെ കോംപ്ലക്സിലേക്ക് ആ ഇലക്ട്രോൺ കയറുകയും അവിടെ എന്താണ് അവിടെ റിലീസ് ചെയ്യുന്ന H+ ആ ഒരു കോംപ്ലക്സിലൂടെ ഇന്നർ മെംബ്രെയിൻ സ്പേസിൽ പോകും. എവിടുന്നാണ് പോകുന്നത്? മെട്രിക്കിൽ നിന്ന് പോകും. സോ ഇവിടുന്ന് പാസ് ചെയ്യുന്ന ഇലക്ട്രോണ് നേരെ ഒന്നാമത്തെ കോംപ്ലക്സിൽ കൂടെ കടന്ന് യുബിക്യൂനോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർക്ക് കൊടുക്കും. യുബിക്യൂനോൺ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, UQ. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ഫോട്ടോസിന്തസിസ് പഠിച്ച സമയത്ത് ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ ഒരു ചാനലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലുള്ള ആളാണ് യുബിക്യൂനോണും സൈറ്റോക്രോം എയും സൈറ്റോക്രോം ബി ഒക്കെ. നമ്മൾ സൈറ്റോക്രോമിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് അതേപോലെ മനസ്സിലാക്കുക, അതേപോലെ പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളതൊക്കെ ഞാൻ പറയും. ആ ഇലക്ട്രോൺ യുബിക്യൂനോണിന് കൊടുക്കും. യുബിക്യൂനോണിന് വീണ്ടും റിഡക്ഷൻ നടന്നിട്ട് ആ ഇലക്ട്രോൺ കിട്ടുമ്പോൾ അത് യുബിക്യൂനോൾ ആയി മാറും. UQH2 ആയി മാറും. യുബിക്യൂനോൺ UQ എന്നാണ് കൊടുത്തിട്ടുള്ളത്. യുബിക്യൂനോൺ ആ ഇലക്ട്രോൺ കൊടുക്കുകയും ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? കിട്ടുമ്പോൾ യുബിക്യൂനോൺ റെഡ്യൂസ് ആയിട്ട് യുബിക്യൂനോൾ ആയിട്ട് മാറും. സോ ആ കിട്ടുന്ന ഇലക്ട്രോൺ നേരെ വന്നിട്ട് അത് കോംപ്ലക്സ് 3ക്ക് കൊടുക്കും. സോ ഇവിടെ ഇരിക്കുന്നത് കോംപ്ലക്സ് 1 കഴിഞ്ഞാൽ കോംപ്ലക്സ് 3 ആണ്. സോ അവനക്ക് എന്ത് കിട്ടി? ഒരു ഇലക്ട്രോൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് സൈറ്റോക്രോം ബിൻ്റെ കയ്യിലുണ്ട്. രണ്ടാമത് വേറൊരു റിഡക്ഷൻ നടക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കഴിഞ്ഞ ക്രെബ് സൈക്കിളൊക്കെ നടക്കുന്ന സമയത്ത് FADH2 ഫോം ചെയ്തിട്ടുണ്ടല്ലോ. ഈ FADH2 അതേപോലെ തന്നെ അവിടെ FADH2 FAD+, FADH2 അല്ലെങ്കിൽ FADH2 FAD+ ആവുന്ന സമയത്ത് അവിടുന്ന് ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഈ ഒരു സൈക്കിളിൽ സക്സിനിക് ആസിഡ് ഫ്യൂമറേറ്റ് ആവുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ സക്സിനിക് ആസിഡിൻ്റെ സൈക്ലിക് പ്രോസസ്സിൽ നമ്മൾക്ക് ഒരു FADH2 ഫോം ചെയ്യുന്നുണ്ട്. ആ ഫോം ചെയ്യുന്ന സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആവും. അതായത് സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആവും. മാലിക് ആസിഡിൻ്റെ വേറൊരു പേരാണ് ഫ്യൂമിക് ആസിഡ്. സോ സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആവുന്ന ഈ പ്രോസസ്സിൽ FAD+, FADH2 ആവുന്ന അവിടെ FADH2 ഫോം ചെയ്യുന്നില്ലേ. സോ ആ ഒരു FADH2 അതേപോലെ ബ്രേക്ക് ആവുന്ന സമയത്ത് നമ്മൾക്ക് ഇലക്ട്രോണുകൾ അവിടുന്ന് ഇജക്റ്റ് ആവും. സോ ആ ഒരു ഇജക്റ്റാണ് ഇവിടെ ഫ്യൂമറേറ്റ് എന്നാണ് കൊടുത്തത്. ഫ്യൂമറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സെയിം ആണ്. ഫ്യൂമിക് ആസിഡ്, മാലിക് ആസിഡ്. സോ ആ ഒരു കേസ് മനസ്സിലാക്കുക. അവിടുന്ന് ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യും. സോ ഇവിടുന്ന് ആദ്യത്തെ കേസിൽ ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്ത അതേപോലെ തന്നെ FADH2 NADH ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് ഇലക്ട്രോൺ കിട്ടും. ഈ ഇലക്ട്രോൺ ഇതേപോലെ യുബിക്യൂനോൺ UQH2 ആയി മാറിയിട്ട് സൈറ്റോക്രോമിന് കൊടുക്കും. സോ നമുക്ക് ഇവിടുന്ന് ഇലക്ട്രോൺ എത്തി, ഇവിടുന്ന് ഇലക്ട്രോൺ എത്തി. അവിടുന്നാണ് ഈ കോംപ്ലക്സ് 1ൽ നിന്നും കോംപ്ലക്സ് 2ൽ നിന്നും കോംപ്ലക്സ് 3ലേക്ക് ഇലക്ട്രോൺ എത്തി. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഈ നടക്കുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് പറയേണ്ടത്. നമ്മൾക്ക് ഒന്നാമത്തെ കോംപ്ലക്സിൽ നിന്നും രണ്ടാമത്തെ കോംപ്ലക്സിൽ നിന്നും മൂന്നാമത്തെ കോംപ്ലക്സിലേക്ക് ഇലക്ട്രോൺ എത്തും. ആര് വഴി എത്തും? യുബിക്യൂനോൺ വഴി എത്തും. യുബിക്യൂനോണ് ആദ്യം റിഡക്ഷൻ നടത്തി യുബിക്യൂനോൾ ആയി മാറും. ആ രണ്ട് യുബിക്യൂനോളും മൂന്നാമത്തെ കോംപ്ലക്സിലേക്ക് ഇലക്ട്രോണിലേക്ക് എത്തിക്കും. സോ അവിടെ ആ ഒരു മൂന്നാമത്തെ കോംപ്ലക്സിൽ സൈറ്റോക്രോം ബി ഉണ്ട്, സൈറ്റോക്രോം സി ഒക്കെ ഉണ്ട്. ആ സൈറ്റോക്രോം ബിയും സൈറ്റോക്രോം ബി ഒക്കെ എസ് ഒക്കെ ആരാണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളാണ്. സോ ആ ഒരു സൈറ്റോക്രോം ബിയും സൈറ്റോക്രോം സിയും ഒക്കെ കൂടി ഇലക്ട്രോണെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു മൂന്നാമത്തെ കോംപ്ലക്സിലുള്ള സൈറ്റോക്രോം സിയിൽക്ക് ആ ഇലക്ട്രോണിനെ കൊടുക്കും. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സൈറ്റോക്രോം 3 എന്ന് പറഞ്ഞിട്ടുണ്ടത് ഈ തേർഡ് കോംപ്ലക്സിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രോട്ടീൻ മോളിക്യുലർ പ്രോട്ടീൻ കമ്പോണൻ്റ് ആണ് ഈ സൈറ്റോക്രോം 3 എന്ന് പറയുന്നത്. ഈ സൈറ്റോക്രോം സിക്കാണ് നമ്മൾ ആ ഇലക്ട്രോൺ കൊടുക്കുകയും ആ സൈറ്റോക്രോം സി എന്ത് ചെയ്യും? നെക്സ്റ്റ് നാലാമത്തെ കോംപ്ലക്സിലേക്ക് ആ ഇലക്ട്രോൺ കൊണ്ടു കൊടുക്കും. സോ നമ്മൾ പറയുന്ന കേസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ യുബിക്യൂനോൺ വഴി മൂന്നാമത്തെ കോംപ്ലക്സിൽ എത്തുന്ന ആ ഇലക്ട്രോൺസ് നേരെ എന്ത് ചെയ്യാണ്? സൈറ്റോക്രോം സിക്ക് ഇലക്ട്രോൺ കൊടുക്കുകയാണ്. ഏതിലൂടെ? സൈറ്റോക്രോം സിയിലൂടെയും സൈറ്റോക്രോം C1 കൂടിയിട്ട് സൈറ്റോക്രോം സിക്ക് കൊടുക്കും. സോ സൈറ്റോക്രോം സി അത് എന്ത് ചെയ്യാണ്? സൈറ്റോക്രോം സി അത് നാലാമത്തെ കോംപ്ലക്സിൽ കൊടുക്കും. അപ്പോൾ ഇതിന് ശേഷമുള്ള കോംപ്ലക്സ് ഞാൻ ഇവിടെയാണ് വരച്ചിട്ടുള്ളത്, കൃത്യമായിട്ട് നോക്കണം.
സോ ആ നാലാമത്തെ കോംപ്ലക്സിന് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രോസസ്സ് നടക്കും. അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അവിടെ H2O ഫോം ചെയ്യും. ആ O2+2H2 നടത്തുന്ന H2O ഫോം ചെയ്യും. സോ ആ ഒരു H2O ഫോം ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്, ഒരു H+നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മെട്രിക്സിൽ നിന്ന് അതിൻ്റെ ഇന്നർ മെംബ്രെയിൻ സ്പേസിലേക്ക് കൊണ്ടുപോയി ആക്കുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സ് നമ്മൾ കേൾക്കണം. അതേപോലെ തന്നെ ഈ കോംപ്ലക്സ് 3യിൽ നിന്നും പ്രോസസ്സ് നടക്കുന്ന സമയത്തും അവിടെയുള്ള അവിടെ ആ ഒരു യുബിക്യൂനോണ് പിന്നെ എന്ത് ചെയ്യാണ്, ആ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാണ്. സോ ആ ഒരു H2 അവിടെ എന്ത് ചെയ്യും, ഇതേപോലെ മെംബ്രെയിൻ സ്പേസിലേക്ക് വരും. സോ നമ്മൾ ഈ ഒരു റിയാക്ഷൻ, ഈ നീളത്തിലുള്ള റിയാക്ഷൻ കാണണം. റിയാക്ഷനിൽ നോക്കി ഇവിടുന്ന് 2 ഇലക്ട്രോൺ വരികയാണ്, ആ യുബിക്യൂനോണ് കൊടുക്കുന്നു. ഇവിടുന്ന് ഇലക്ട്രോൺ അത് യുബിക്യൂനോണ് കൊടുത്ത് ആ 2 ഇലക്ട്രോൺ ഇവിടെ എത്തുന്നു. ഇവിടുന്ന് H എന്ത് ചെയ്യാണ്, 4H ഇവിടുന്ന് H+ എന്ത് ചെയ്യുന്നുണ്ട്, മെട്രിക്സിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതേപോലെ ഈ 2 പ്രോസസ്സിൽ നിന്ന് യുബിക്യൂനോൺ എന്ത് ചെയ്യാണ്, യുബിക്യൂനോൺ ഇലക്ട്രോൺ കൊടുക്കുന്ന സമയത്ത് അത് പിന്നെയും ഓക്സിഡേഷൻ നടക്കുകയാണ്. അപ്പോൾ പിന്നെയും അവിടെ എന്ത് ചെയ്യും, H+ ഇവിടെ എത്തും. ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കേൾക്കട്ടെ. ഞാൻ പറയുന്ന പ്രോസസ്സ് ആലോചിച്ചിട്ട് ഞാൻ പറയുന്നത് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ആ ഒരു പ്രോസസ്സ് നടന്നു. ഇവിടെ ആ പ്രോസസ്സ് നടന്നിട്ട് എവിടെ എത്തി, ഇപ്പോൾ നമ്മൾ സൈറ്റോക്രോം സിയിൽ ഇലക്ട്രോൺ എത്തി. ആ സൈറ്റോക്രോം സി ഇലക്ട്രോൺ കോംപ്ലക്സ് 4ന് കൊടുക്കും. കോംപ്ലക്സ് 4ന് ഇലക്ട്രോൺ കൊടുക്കും. ആ കോംപ്ലക്സ് 4ൽ രണ്ട് കോപ്പർ സെൻറ്ററുകളുണ്ട്. CU എന്ന് പറഞ്ഞിട്ട് CUS 2 കോപ്പർ സെൻറ്ററുകളുണ്ട്. പിന്നെ അവിടെ ഉണ്ട് സൈറ്റോക്രോം A ആൻഡ് സൈറ്റോക്രോം A3 എന്ന് പറഞ്ഞിട്ടുള്ള 2 ആൾക്കാരും ആ ഒരു കോംപ്ലക്സ് 4ലുണ്ട്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അവിടെ ഒരു H2O ഫോം ചെയ്യും. ആ H2O ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ തന്നെ 2 H+ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോംപ്ലക്സ് അഥവാ ഈ ഒരു H+ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെട്രിക്സിൽ നിന്ന് ഇന്നർ മെംബ്രെയിൻ സ്പേസിലേക്ക് വരുന്നുണ്ട്. സോ നമ്മൾ ആ ഒരു ഇന്നർ മെംബ്രെയിൻ സ്പേസിൽ കുറേ H+ വരും. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന H+, ഇവിടുന്ന് H+, ഇവിടുന്ന് H+. സോ ഈ ഒരു ഇന്നർ മെംബ്രെയിൻ സ്പേസിൽ H+ന്റെ കോൺസെൻട്രേഷൻ കൂടും. അങ്ങനെ ആ ഒരു H+ന്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുന്ന സമയത്ത് നാലാമതൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട്, അഞ്ചാമതൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അഞ്ചാമത്തെ ഒരു കോംപ്ലക്സ് ആണ് ആര്, ATP സിന്തേസ്. നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് കഴിഞ്ഞ ഫസ്റ്റ് ഒരു ഫോട്ടോസിന്തസിൻ്റെ പാഠം പഠിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് അവിടെ ATP സിന്തസ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് കൂടുന്ന സമയത്ത്. സോ ഇവിടെ H+ന്റെ കണ്ടന്റ് കൂടുകയാണ് ഇവിടെ ഇന്നർ മെംബ്രെയിൻ സ്പേസിൽ. ഇവിടെ H+ന്റെ കമ്പോണൻറ്റ് അല്ലെങ്കിൽ കണ്ടന്റ് കൂടുമ്പോൾ H+ കണ്ടന്റ് കൂടി ഈ ഒരു ഇന്നർ മെംബ്രെയിൻ സ്പേസിൽ H+ന്റെ കണ്ടന്റ് കൂടുന്ന സമയത്ത് അവിടെ ഗ്രേഡിയൻറ്റ് കൂടും. H+ന്റെ ഗ്രേഡിയൻറ്റ് കൂടും. H+ ഗ്രേഡിയൻറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തീരെ H+ന്റെ കണ്ടന്റ് ഉണ്ടാവില്ല. മെട്രിക്സിൻ്റെ മൊത്തം H+ന്റെ കണ്ടന്റ് കുറയും. അപ്പോൾ ആ ഒരു H+ ഗ്രേഡിയൻറ്റ് വന്നാൽ ഇവിടെ ATP സിന്തേസിന് ഉപയോഗിച്ചിട്ട് നമുക്ക് ATP ഉണ്ടാക്കാൻ പറ്റും. ATP സിന്തേസിൽ എന്താണ് പ്രത്യേകത ഉണ്ടാവുക, ഇവിടെ ഈ ഒരു ഗ്രേഡിയൻറ്റ് കൂടുന്ന സമയത്ത് ഇവിടുത്തെ ഗ്രേഡിയൻറ്റ് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക് ആവും. ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ആവുന്ന സമയത്ത് അവിടെ എനർജി റിലീസ് ചെയ്യും. എനർജി റിലീസ് ചെയ്യുമ്പോൾ ഇവിടെ H+ എന്ത് ചെയ്യും, ഈ ഒരു ATP സിന്തേസിലൂടെ ഇവിടെ നിന്നുള്ള H+ മുഴുവൻ എങ്ങോട്ട് പോകാൻ നോക്കും, മെട്രിക്സിൽ പോകാൻ നോക്കും. ഇതിൻ്റെ ഇന്നർ മെംബ്രെയിൻ സ്പേസിലേക്ക് എല്ലാ H+ മെട്രിക്സിൽ നിന്ന് വന്നു. ആ H+ മുഴുവൻ ഏതിലേക്ക് പോകാൻ പറ്റും, ATP സിന്തേസിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് അഥവാ മെട്രിക്സിലേക്ക് തന്നെ പോകും. ആ മെട്രിക്സിലേക്ക് H+ പോകുന്ന സമയത്ത് അവിടെ എനർജി റിലീസ് ചെയ്യും അവർ. ആ എനർജി റിലീസ് ചെയ്യുമ്പോൾ അവിടെ ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കൂടി ചേർന്ന് ATP ഫോം ചെയ്യും. സോ ഈ ഒരു പ്രോസസ്സ് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം പഠിഞ്ഞു. സോ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ആദ്യം ഈ ഒരു കോംപ്ലക്സുകൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ മതി. പിന്നെ ആ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുകയും അവിടെ എന്ത് ഫോം ചെയ്യും, ATP ഫോം ചെയ്യുകയും ചെയ്യും. സോ നമ്മൾക്കത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളതായ ഡയഗ്രാം വരച്ചിട്ട് എന്ത് ചെയ്യാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമതൊരു കോംപ്ലക്സ് ഉണ്ട്. ഈ ഒന്നാമത്തെ കോംപ്ലക്സിലേക്ക് ആദ്യം എന്ത് ചെയ്യണം, H+ അവിടെ NADH ഇതാവുന്ന സമയത്ത് ഇലക്ട്രോൺ ഫോം ചെയ്യണം. ആ ഇലക്ട്രോൺ മൂവ് ചെയ്യും. ആ ഇലക്ട്രോൺ ഏതിൽ കൂടെ ഫോം ചെയ്യും, യുബിക്യൂനോൺ വഴി രണ്ടാമത്തെ കോംപ്ലക്സിലെത്തും. മൂന്നാമത്തെ കോംപ്ലക്സിലെത്തും. പിന്നെ രണ്ടാമത്തെ കോംപ്ലക്സ് അടിയിലുണ്ട്, അവിടെ FADH2 എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ മാറുന്നുണ്ട്. അവിടുന്ന് ഇലക്ട്രോൺ ഫോം ചെയ്യും. അത് ആ ഇലക്ട്രോൺ മൂന്നാമത്തെ കോംപ്ലക്സിലെത്തും. ഈ മൂന്നാമത്തെ കോംപ്ലക്സിലെത്തുന്ന ഇലക്ട്രോൺ സൈറ്റോക്രോം C വഴി എവിടെ എത്തിക്കും, നാലാമത്തെ കോംപ്ലക്സിലെത്തിക്കും. ആ സൈറ്റോക്രോം Cക്ക് പറഞ്ഞ പേരാണ് മൊബൈൽ കരിയർ. ഇവരാണ് ഇലക്ട്രോണിനെ മൂവ് ചെയ്തിട്ട് അഥവാ ഇന്നർ മെംബ്രെയിൻ സ്പേസിൽ കൂടെ മറ്റൊടത്തേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ സൈറ്റോക്രോം സീനെ നമ്മൾ പറഞ്ഞ പേരാണ് മൊബൈൽ കരിയർ എന്ന് പറയാറുണ്ട്. അങ്ങനെ അവൻ എന്ത് ചെയ്യും, അത് ആ ഇലക്ട്രോണ് കോംപ്ലക്സ് 4ൽ എത്തിക്കുകയും ആ കോംപ്ലക്സ് 4ൽ എന്തുണ്ട്, ഒരു വാട്ടർ ഫോം ചെയ്യുകയും ചെയ്യും. കോംപ്ലക്സ് 4ന്റെ മെട്രിക് സൈഡിൽ എന്താണ് H2O ആയി മാറുന്നുണ്ട്. ആ 2Hന്റെ കൂടി ചേർന്ന് H2O ഫോം ചെയ്യും. അവിടെ ഒരു H+ റിലീസ് ചെയ്യും. സോ എല്ലാ കോംപ്ലക്സിൽ നിന്നും ഓരോ H+ റിലീസ് ചെയ്യുന്നുണ്ട്. അവിടെ അങ്ങനെ H+ റിലീസ് ചെയ്യുന്ന സമയത്ത്
മെട്രിക്സും അതേപോലെ ഇന്നർ മെംബ്രെയിൻ സ്പേസും കൂടെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ആണ്. അത് H+ എന്ന് പറയുന്നത് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോം ചെയ്യും. സോ H+ കമ്പോണന്റ് എവിടെ കൂടും? ഇതിന്റെ ഇന്നർ മെംബ്രെയിൻ സ്പേസിൽ H+ കണ്ടന്റ് കുറേ വരും. അങ്ങനെ H+ കണ്ടന്റ് അവിടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ H+ ഗ്രേഡിയന്റ് വന്നു. H+ ഗ്രേഡിയന്റ് വന്നാൽ ഇവിടുന്ന് H+ ഗ്രേഡിയന്റ് ബ്രേക്ക് ആവുകയും ആ ഒരു ATP സിന്തേസിലൂടെ 5ാമത്തെ കോംപ്ലക്സിൽ കൂടെ ആ ഒരു H+ പുറത്തു പോകും. എവിടേക്ക് പോകും? മെട്രിക്സിലേക്ക് പോകും. അങ്ങനെ മെട്രിക്സിൽ പോകുന്ന സമയത്ത് അവിടെ H+ എന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യുകയും ATP ഫോം ചെയ്യുകയും ചെയ്യും. സോ ഇത്രയും എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ എനർജി കോംപ്ലക്സ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. ഡീറ്റെയിൽ ആയിട്ട് ആ കോംപ്ലക്സിൻ്റെ കേസ് ഇനി പറയേണ്ടതായിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ നോട്ട് പറയുമ്പോൾ കൃത്യമായിട്ട് പറയാം. നമുക്ക് കോംപ്ലക്സിൽ എന്തുണ്ട്? 2 ഫോം ഉണ്ട്. ഒന്ന് F0 എന്ന് പറഞ്ഞ പാർട്ടിക്കിളുണ്ട്, F1 എന്ന് പറഞ്ഞ പാർട്ടിക്കിളുണ്ട്. ഇതിലൂടെ ഇലക്ട്രോൺ അഥവാ H+ ഫോം ചെയ്യാണ്, മൂവ് ചെയ്യാണ്. അങ്ങനെ ഫോം ചെയ്യുന്ന സമയത്ത് F0 F1 എന്നുള്ളത് F1 പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? ATP ഉണ്ടാക്കുകയാണ്. അഥവാ ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും അവിടെ ഉണ്ട്. അത് രണ്ടും കൂടെ കൂടി ചേർന്ന് ATP ഫോം ചെയ്യും. സോ അതിന് നോട്ട് പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കേൾക്കുക. വളരെ പെട്ടെന്ന് തന്നെ നോട്ടും കാര്യങ്ങളും പറയാം ഞാൻ. ഇലക്ട്രോൺസ് ഫ്രം NADH പ്രൊഡ്യൂസ്ഡ് ഇൻ ദി മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിൽ NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എവിടുന്ന്? സിട്രിക് ആസിഡ് സൈക്കിളിൽ നിന്ന്. ആർ ഓക്സിഡൈസ്ഡ് ആൻഡ് NADH ഡീഹൈഡ്രോജനേസ്. അതെന്ത് ചെയ്യും? NADH ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈം ഉപയോഗിച്ചിട്ട് അവിടെ എന്ത് ചെയ്യാണ്? ഓക്സിഡേഷൻ നടക്കും. സോ അവിടുത്തെ ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? അവിടെ നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിൾ വഴി ഉണ്ടായിട്ടുള്ള NADH ഉണ്ടല്ലോ, ഈ NADH ഡീഹൈഡ്രോജനേസിന്റെ പ്രസൻസിൽ എന്തായി മാറാണ്? ഓക്സിഡേഷൻ നടക്കുകയാണ്. ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യും. സോ ഇതിന് പറഞ്ഞതിന്റെ നോട്ട് കൃത്യമായിട്ട് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ ക്ലിയർ ആവും. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? യുബിക്യൂനോൺ എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യും. യുബിക്യൂനോൺ ആൾസോ റിസീവ് റെഡ്യൂസിങ് ഇക്വാലന്റ് FADH2. അതേപോലെ തന്നെ അവിടെയുള്ള വേറെ യുബിക്യൂനോണ് ഇവിടെയുള്ള രണ്ടാമത്തെ കോംപ്ലക്സിൽ നിന്നും എന്ത് കിട്ടും? ഇലക്ട്രോൺ കിട്ടും. സോ ഇവിടെ NCERTയിൽ പല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വായിച്ചെടുത്ത് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിയാണ്. അതിനാണ് ഞാൻ ആദ്യം എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് പിന്നെ നോട്ടിലേക്ക് പറയുന്നത്. സോ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം, പ്രത്യേകം മനസ്സിലാക്കാൻ വേണം. അപ്പോൾ ഈ യുബിക്യൂനോണിൽ കിട്ടണ 2 ഇലക്ട്രോൺ, രണ്ട് യുബിക്യൂനോട് ഇലക്ട്രോൺ കിട്ടും. ആ യുബിക്യൂനോൺ എന്ത് ചെയ്യുക? നെക്സ്റ്റ് 3ാമത്തെ കോംപ്ലക്സിൽ കൊടുക്കും. ഇത് റെഡ്യൂസ്ഡ് യുബിക്യൂനോൺ, അതായത് ആ ഒരു യുബിക്യൂനോണിന് റിഡക്ഷൻ നടക്കും. റെഡ്യൂസ്ഡ് യുബിക്യൂനോളായി മാറും. ഈസ് ദെൻ ഓക്സിഡൈസ്ഡ് വിത്ത് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ടു സൈറ്റോക്രോം C. അപ്പോൾ നമുക്ക് ആ കിട്ടിയിട്ടുള്ള യുബിക്യൂനോൾ വീണ്ടും ഓക്സിഡേഷൻ നടക്കും. ആദ്യം എന്താണ്? യുബിക്യൂനോണിന് റിഡക്ഷൻ നടന്നിട്ട് അത് യുബിക്യൂനോളായി മാറും. പിന്നെ ആ യുബിക്യൂനോളിന് ഓക്സിഡേഷൻ നടന്നിട്ട് ആ ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? സൈറ്റോക്രോമിന് കൊടുക്കും. സോ ആ ഇലക്ട്രോൺ എവിടെ എത്തി? 3rd കോംപ്ലക്സിലെത്തി. ആ 3rd കോംപ്ലക്സിലെത്തിയ ഇലക്ട്രോൺ പിന്നെയും ട്രാൻസ്ഫർ ചെയ്യുന്ന കേസാണ് ഇനി പറയാനുള്ളത്. സോ സൈറ്റോക്രോം C ഈസ് ദി സ്മോൾ പ്രോട്ടീൻ. അഥവാ സൈറ്റോക്രോം C എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോട്ടീനാണ്. അറ്റാച്ച്ഡ് ടു ദിസ് ഔട്ടർ സർഫസ് ഓഫ് ഇന്നർ മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സ്മോൾ പ്രോട്ടീനാണ് ആര്? സൈറ്റോക്രോം C. ആസ് എ മൊബൈൽ കരിയർ, അതുപോലെ എന്താണ്? മൊബൈൽ കരിയർ, അത് മൂവ് ചെയ്യുന്ന കരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫോർ സിസ്റ്റത്തിൽ മൊബൈൽ കരിയർ ആരാണെന്ന് ചോദിക്കാറുണ്ട്. അത് സൈറ്റോക്രോം C ആണ്. For the transfer of electron between 3 and 4, കോംപ്ലക്സ് 3 and 4, ഇതാണ് കോംപ്ലക്സ് 3, ഇതാണ് കോംപ്ലക്സ് 4. കോംപ്ലക്സ് 3 മുതൽ കോംപ്ലക്സ് 4 വരെ ഇലക്ട്രോണിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ കരിയർ എന്നറിയപ്പെടുന്ന സൈറ്റോക്രോം C നമ്മൾ യൂസ് ചെയ്യുന്നത്. When the electrons passes from one carrier to another carrier via complex 1 to 4 in the electron transport chain. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു 1 മുതൽ 4 വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യാണ്. ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 5ാമതായിട്ട് ഒരു കോംപ്ലക്സ് അവിടെ ഉണ്ട്, ATP സിന്തേസ്. അവനാണ് എന്ത് ചെയ്യുക? പിന്നെ ഇത് ATP ഫോം ചെയ്യുക. പ്രൊഡക്ഷൻ ഓഫ് ATP ഫ്രം ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. അത് ADPയിൽ നിന്നും ഇനോർഗാനിക് ഫോസ്ഫേറ്റിൽ നിന്നും ATP ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5ാമത്തെ കോംപ്ലക്സും ഇവിടെ ഉണ്ട്. ആ ഒരു മെംബ്രെയിനിലുണ്ട്. അതായത് മൈറ്റോകോൺഡ്രിയന്റെ മെംബ്രെയിനുണ്ട്. ദീസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആൻഡ് മൂവ്മെന്റ് ഓഫ് പ്രോട്ടോൺ ക്രിയേറ്റ് എ പ്രോട്ടോൺ ഗ്രേഡിയന്റ്. അങ്ങനെ ഈ ഒരു ഇലക്ട്രോൺ മൂവ്മെന്റ് എന്ത് ഉണ്ടാക്കും? ഇവിടെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാക്കും. സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെയുള്ള ഇലക്ട്രോൺ മൂവ്മെന്റ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ H+ ഒക്കെ മൂവ് ചെയ്യുന്നത്. ഈ H+ മൂവ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ എന്താവും? പ്രോട്ടോൺ ഗ്രേഡിയന്റ് കൂടും. അങ്ങനെ പ്രോട്ടോൺ ഗ്രേഡിയന്റ് കൂടുമ്പോൾ ദ പ്രോട്ടോൺസ് ആർ പമ്പ്ഡ് ത്രൂ എ മെംബ്രെയിൻ പ്രോട്ടീൻ കോൾഡ് കോംപ്ലക്സ് V. അതായത് ഈ പ്രോട്ടോൺസ് ഒക്കെ പമ്പ് ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് V എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ്റെ ഹെൽപ്പിലൂടെയാണ്. കാര്യം ഇവിടെ കാണിക്കണില്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇവിടുന്ന് എന്താണ് H+ ഒക്കെ അതായത് പ്രോട്ടോൺസ് ഒക്കെ പമ്പ് ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് V എന്നതിൻ്റെ ഒരു പ്രോട്ടീൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. ദിസ് കോംപ്ലക്സ് കൺസിസ്റ്റ് ഓഫ് 2 മേജർ F1 ആൻഡ് F0. അതായത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ H+ മൂവ് ചെയ്യുന്ന കേസല്ല കോംപ്ലക്സ് V. ആ കേസ് ആലോചിക്കുക, ഇവിടെ മാറി പറഞ്ഞു. അതായത് ഇവിടെ നിന്നുള്ള H+, ഇവിടെ ഗ്രേഡിയന്റ് എന്തായാലും എത്തും.
H+ എത്തും. ഇവിടെ നിന്നുള്ള H+ എന്ത് ചെയ്യും, അവരുടെ മറ്റ് മെട്രിക്സ് മൂവ് ചെയ്യും. അവിടെയാണ് നമ്മൾ ഈ കോംപ്ലക്സ് വി യൂസ് ചെയ്യുന്നത്. സോ ഈ കോംപ്ലക്സ് വി, അതായത് ഈ അഞ്ചാമത്തെ ഇവൻ ഈ കോംപ്ലക്സ് വി ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ കോംപ്ലക്സിന്റെ കേസാണ് പറയുന്നത്. ഇവിടെ H+ കിട്ടിയിട്ടുള്ള ഈ H+നൊക്കെ മൊത്തം എന്ത് ചെയ്യാണ്, ഇവിടെ നിന്നുള്ള ഗ്രേഡിയന്റ് വഴി എത്തിയിട്ടുള്ള H+ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഇവന്റെ മെട്രിക്സിൽ പോകുമ്പോൾ ഇവിടെ കോംപ്ലക്സ് വി, ഈ കോംപ്ലക്സ് വി ആണ് അവിടെ എന്താണ് എൻസൈം ആയിട്ട് ആക്ട് ചെയ്യണത്. ഞാൻ മുമ്പേ കേസ് പറഞ്ഞു. ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്യാനല്ല കോംപ്ലക്സ് വി, ഇവിടെ വന്നിട്ടുള്ള H+ ഉണ്ടല്ലോ, ആ H+ അവന്റെ മെട്രിക്സിൽ എത്താൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഇവിടെ ഒരു കോംപ്ലക്സ് വി പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ ആരാണ്, ഒരു എൻസൈം ആണ്, അഥവാ പ്രോട്ടീൻ സിന്തേസ് ചെയ്യണ ATP സിന്തേസ് ചെയ്യണ ATPase എൻസൈം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനാണ് ഇവിടെ ഉള്ളത്. സോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ആ കേസ് നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് പറയുന്ന സമയത്ത് ഫോട്ടോസിന്തസിസിൽ പറഞ്ഞിട്ടുള്ളതാണ്. So this complex consists of two major components, F0 and F1. This F1 headpiece is peripheral membrane protein complex and contains the site of synthesis of ATP from ADP. അതായത് അവൻ്റെ ഒരു ഹെഡിൽ എന്തുണ്ട്, ഹെഡിൽ ഒരു പെരിഫറൽ മെംബ്രെയിൻ ആണ്, അവിടെ എന്തുണ്ട് ഒരു ATP സിന്തസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവനാണ് എന്ത് ചെയ്യുക, ATP ഫോം ചെയ്യുക, ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റിനായിട്ട് കൂടി ചേർന്നത്. F0 is an integral membrane. സോ ഈ F1 എന്ന് പറഞ്ഞാൽ പെരിഫറൽ മെമ്പറൈൻ ആണ്, F1 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ മെമ്പറൈനാണ്. ഇന്റഗ്രൽ മെമ്പറൈൻ പ്രോട്ടീൻ കോംപ്ലക്സ് ദാറ്റ് ഫോം ചാനൽ ത്രൂ വിച്ച് പ്രോട്ടോൺ ക്രോസ് ദി ഇന്റർ മെമ്പറൈൻ. അതായത് ഇവിടെ ഈ കാണിച്ചിട്ടുള്ള മെമ്പറൈൻ ആണിത്. ഇവിടെ ഇതാണ് ഇന്റർ മെമ്പറൈൻ മൈറ്റോകോൺട്രിയ ഇന്റർ മെമ്പറൈൻ സ്പേസ്, ഇതാണ് മെട്രിക്സ്. സോ ഇവിടെയാണ് അതിൻ്റെ H+ന്റെ കോൺസെൻട്രേഷൻ അഥവാ ഗ്രേഡിയന്റ് കൂടുക. അങ്ങനെ H+ന്റെ ഗ്രേഡിയന്റ് ഇവിടെ കൂടുമ്പോൾ അവനക്ക് എന്ത് ചെയ്യണം, മെട്രിക്സിലേക്ക് പോകണം. അവന് വേണ്ടിയിട്ടുള്ള ചാനൽ ആരെ ഒരുക്കി കൊടുക്കുക, F1 ആണ് അവിടെയുള്ള ചാനൽ ഒരുക്കി കൊടുക്കുക. ദിസ് എനർജി ഡിറൈവ്ഡ് ഫ്രം ദി പ്രോട്ടോൺ പമ്പിംഗ് ഈസ് യൂസ്ഡ് ഫോർ സിന്തസിസ് ഓഫ് ATP. അതായത് ഈ H+ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അവൻ എനർജി റിലീസ് ചെയ്യും. ആ എനർജിയാണ് ഇവിടെ ATP ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ 5 കോംപ്ലക്സുകളുള്ളത്. അഞ്ചാമത്തെ കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് 5. ആ കോംപ്ലക്സ് 5 എന്ന് പറഞ്ഞാൽ ATP സിന്തസിസ് ചെയ്യണ ആളാണ്. അഥവാ ഇവിടുന്ന് H+ ഗ്രേഡിയന്റിന് H+നെ മെട്രിക്സിലേക്ക് തിരിച്ചു കൊടുക്കുന്ന ആളാണ് ഈ കോംപ്ലക്സ് 5 എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സ് 5 ആണ് ATP ഉണ്ടാക്കുന്നത്. അവൻ്റെ പേര് ATP സിന്തേസ് ആണ്. അവൻക്ക് F0 ആൻഡ് F1 എന്ന് പറഞ്ഞിട്ട് 2 പാർട്ട് ഉണ്ട്. ഒന്നാമത്തെ ആൾ പെരിഫറൽ മെംബ്രെയിൻ ആണ്, രണ്ടാമത്തത് എന്താണ് അവൻ്റെ ഇന്റഗ്രൽ മെംബ്രെയിനിലുള്ളത്, ആ മെംബ്രെയിൻ്റെ ഇടയിലുള്ള ആളാണ് F0 എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ ഈ H+ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ എനർജി റിലീസ് ചെയ്യും. ആ എനർജി യൂസ് ചെയ്തിട്ട് അവിടെ ATP ഉണ്ടാക്കും. ഫോർ ഈച്ച് ATP പ്രൊഡ്യൂസ്ഡ് 2H+ പാസ് ത്രൂ F0. ഓരോ ATP ഇവിടുന്ന് പാസ് ചെയ്യാൻ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, 2H+ മൂവ് ചെയ്തിട്ടുണ്ടാവണം. 2H+ മൂവ് ചെയ്യുമ്പോഴാണ് ഓരോ മോളിക്യൂൾസ് ഓഫ് ATP ഫോം ചെയ്യുക. ദി നമ്പർ ഓഫ് ATP മോളിക്യൂൾ സിന്തസൈസ് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ഇലക്ട്രോൺ ഡോണർ. അഥവാ ഇവിടെ ഫോം ചെയ്യുന്ന ATP അഥവാ നമ്പർ ഓഫ് ATP ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും, അവിടെയുള്ള പ്രോട്ടോൺ ഡോണറിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് പ്രോട്ടോൺ ഡോണർ ആരാ, അതായത് ഈ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ H+നെ കൊടുക്കുന്ന ആരാണ്, ഡൊണേറ്റ് ചെയ്യുന്ന ആളാരാണ്, NADH ആണ്. അതേപോലെ FADH2 ആണ്. ഈ 2 ആൾക്കാർ പ്രോട്ടോൺ ഡോണർ ആയ FADH2നെയും NADHനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവിടെ ഫോം ചെയ്യുന്ന ATP എന്നാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്സിഡേഷൻ ഓഫ് 1 മോളിക്യൂൾ ഓഫ് NADH, ഒരു NADHന്റെ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് give rise to 3 molecule of ATP. അതായത് ഈ NADH അവിടെ നമ്മൾക്ക് ആ ഒരു മെട്രിക്സിൽ NADHും FADH ഒക്കെ ഉണ്ട്. ഒരു NADHന് ഓക്സിഡേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 മോളിക്യൂൾ ഓഫ് ATP കിട്ടും. അതേപോലെ 1 മോളിക്യൂൾ ഓഫ് FADH ഓക്സിഡേഷൻ നടന്നാൽ 2 മോളിക്യൂൾ ഓഫ് ATP കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു പ്രോസസ്സിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അവസാനം ATP സിന്തസിസ് എന്ന 5ാമത്തെ കോംപ്ലക്സിൻ്റെ കേസാണ് പറയുന്നത്. അവിടേക്ക് 2H+ ഫോം ബുദ്ധിക്കുള്ള പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ATP മോളിക്യൂൾ ഫോം ചെയ്യും. ഒരു NADHന് ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള ആഫ്റ്റർ റിസൾട്ടാണിത്. ഓരോ NADH ഓക്സിഡേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ 3 മോളിക്യൂൾ ഓഫ് എന്ത് കിട്ടും, ATP കിട്ടും. കാരണം അവിടെ ഒരു NADH നടക്കുന്ന സമയത്ത് കുറേ H+ മൂവ് ചെയ്യുന്നുണ്ട്. അവിടെ ആ ഒരു കുറേ H+, ഒരു NADHന്റെ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് കുറേ H+ വരുന്നുണ്ട്. സോ അത്രയും H+ വരുമ്പോൾ 3 ATP അവിടെ ഫോം ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് അവിടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകാതെ ഒരു NADHന് ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് 3 മോളിക്യൂൾ ഓഫ് ATP കിട്ടുകയും ഒരു FADH2ന് ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് 2 മോളിക്യൂൾ ഓഫ് ATP കിട്ടുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. നമ്മളിവിടെ പറഞ്ഞത് എന്താ, ഇവിടെ നമുക്ക് ഐറോബിക് റെസ്പിറേഷൻ നടന്നു. ഈ ഐറോബിക് റെസ്പിറേഷൻ 2 ഇവന്റ് ആയിട്ടാണ് നടന്നത്. ഒന്നാമത്തെ ഇവന്റിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അഥവാ ഗ്ലൂക്കോസ് പൈറുവേറ്റ് റിഡക്ഷൻ നടക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂക്കോസിന്റെ റിഡക്ഷൻ നടക്കലാണ് ഈ ഒന്നാമത്തെ സ്റ്റെപ്പിൽ. രണ്ടാമത്തെ സ്റ്റെപ്പിലോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടുമാണ് പറഞ്ഞത്. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് വഴി ATP ഉണ്ടാവുക, ATP സിന്തസൈസ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു റെസ്പിറേഷൻ വഴി ATP കിട്ടി, എനർജി കിട്ടി.
അവിടുന്ന് H2O ഒക്കെ റിലീസ് ആവുന്നുണ്ട്. സോ എനർജിയും H2O നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ കേസ് കംപ്ലീറ്റ് ആവുകയാണ്. എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ കേസ് കംപ്ലീറ്റ് ആവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസും കൂടെ നമുക്ക് പഠിക്കാനുള്ളതായിട്ടുണ്ട്. അതും കൂടെ ഓർത്താൽ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. Although the aerobic process is a respiration takes place only in the presence of oxygen. അതായത് അയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിൽ മാത്രമേ എന്തേ ഉള്ളൂ നടക്കുള്ളൂ. ദി റോൾ ഓഫ് ഓക്സിജൻ ഈസ് ലിമിറ്റഡ് ടു ടെർമിനൽ സ്റ്റേജ് ഓഫ് ദി പ്രോസസ്. അതിൻ്റെ ടെർമിനൽ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജന്റെ റോൾ എന്തെയുണ്ട്, ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്, അത് ലിമിറ്റഡ് ചെയ്യുന്നുണ്ട്. ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ ഈസ് വൈറ്റൽ. അതായത് ഈ ഒരു ഓക്സിജന്റെ പ്രസൻസ് എന്ന് പറയുന്നത് വൈറ്റൽ ആണ്. സിൻസ് ഇറ്റ് ഈസ് ഡ്രൈവ്സ് ദി ഹോൾ പ്രോസസ് ബൈ റിമൂവിങ് ഹൈഡ്രജൻ ഫ്രം സിസ്റ്റം. അതായത് ഈ ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിൽ ഓൾ പ്രോസസ്സിൽ ആരുടെ പ്രസൻസ് ആവശ്യമാണ്, ഓക്സിജന്റെ പ്രസൻസ് ആവശ്യമാണ്. ഓക്സിജൻ ആക്ട് ആസ് എ ഫൈനൽ ഹൈഡ്രജൻ അക്സെപ്റ്റർ. സോ ആ ഒരു പോയിന്റ് പഠിക്കണമാണ്. ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ അഥവാ ഐറോബിക് റെസ്പിറേഷനിൽ കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ഹൈഡ്രജനാണ്. ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ടാണ്, അത് H+ റിമൂവ് ചെയ്ത് ഗ്രേഡിയൻ്റ് ഉണ്ടായിട്ടാണ് നമ്മൾ ATP കിട്ടുന്നത്. സോ ആ പ്രോസസ്സിലെ ഹൈഡ്രജൻ അക്സെപ്റ്റർ ആരാണ്, ഓക്സിജൻ ആണ് ഇവിടുത്തെ ഹൈഡ്രജൻ അക്സെപ്റ്റർ. പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഡ്യൂറിംഗ് റെസ്പിറേഷൻ ദി എനർജി ഓഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ യൂട്ടിലൈസ്ഡ് ഫോർ ദി ഫോട്ടോ റിലേഷൻ ആൻഡ് ഹെൻസ് പ്രോസസ് ഈസ് കോൾഡ് ഓക്സിഡേറ്റീവ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അതായത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, ഫോട്ടോ എന്നുള്ള വേർഡ് ഇവിടെ ഇല്ല, ഫോസ്ഫോറിലേഷൻ റിഡക്ഷൻ. ഈ ഒരു ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആയിട്ടുള്ള റിലേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ശരിക്കും ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ATP ഫോം ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ ഫോസ്ഫോറിലേഷൻ എന്ന് പറയാം. നമുക്ക് ATP സിന്തസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ ഫോസ്ഫോറിലേഷൻ എന്ന് പഠിച്ചിട്ടുള്ളത്. ഈ ATP ഫോം ചെയ്യണത് ഈ ഒരു ഫോസ്ഫോറിലേഷനിൽ ലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ടാണ്. സാധാ ഫോസ്ഫോറിലേഷൻ ഇത് സാധാ ഫോസ്ഫോറിലേഷൻ അല്ല, ഇത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഇവിടെ നടന്നിട്ടുള്ള ഈ ഒരു ATS സിസ്റ്റമൊക്കെ എന്താണ്, ഒരു ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനാണ്. അതെന്താ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ഒരു ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷനും റിഡക്ഷനും നടന്നിട്ടാണ് എനർജി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് റെസ്പിറേഷൻ ദി എനർജി, ഈ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും ആണ് എനർജി കൊടുക്കുന്നത്. ഫോസ്ഫോറിലേഷൻ ലൈറ്റ് നമ്മൾ മുമ്പ് ATP സിന്തസ് ചെയ്ത് മുമ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ലേ. ആ ഒരു സൈക്ലിക് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത് എന്തെങ്ങനെയാണ്, ലൈറ്റ് കിട്ടിയിട്ടാണ്. ഇവിടെയാണെങ്കിലോ ആ ഒരു അൺലൈക്ക് ഫോസ്ഫോറിലേഷൻ, അതായത് ആ ഒരു ഫോട്ടോഫോസ്ഫോറിലേഷൻ പോലെയല്ല, അവിടെ ലൈറ്റ് എനർജി വെച്ചിട്ടാണ്. ഇവിടെ നടക്കുന്നത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ്. അത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആവാനുള്ള കാരണം എന്താ, ഈ റെസ്പിറേഷനിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ് നടക്കാൻ കാരണം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിലേഷൻ നടന്നിട്ടാണ് ഇവിടെ എനർജി കിട്ടുന്നത്. ആ എനർജി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഫോസ്ഫോറിലേഷൻ അഥവാ ATP ഫോം ചെയ്യുന്നത്. സോ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നിട്ട് എനർജി യൂസ് ചെയ്തിട്ടുള്ള ATP ഫോം ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഈ ഒരു റെസ്പിറേഷൻ, ഈ ഒരു ഫുള്ളി റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. സോ അത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഓക്സിഡേഷൻ റിഡക്ഷനും നടന്നിട്ടാണ് അവിടെ എനർജി റിലീസ് ചെയ്യുന്നത്, അവിടെ ATP ഫോം ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഏരിയ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. സോ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുക, നമുക്ക് ആ ഒരു ഐറോബിക് റെസ്പിറേഷൻ്റെ കാര്യങ്ങൾ ഈ ഒരു NCERT നമ്മൾ വായിക്കുന്ന സമയത്ത് പല ഏരിയകളായിട്ടാണ് പറഞ്ഞിട്ടുള്ളൂ. അതും തന്നെ ഐറോബിക് സെപ്പറേറ്റഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഒരു രീതിയിൽ അതിനെ കണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു സ്ട്രക്ചർ കിട്ടുള്ളൂ. സോ റെസ്പിറേഷൻ ഐറോബിക് അനൈറോബിക് എന്നുള്ള രണ്ടിൽ കോമൺ ആയിട്ട് ഗ്ലൈക്കോളിസിസ് നടക്കുന്നുണ്ട്. അതിൽ അനൈറോബിക്കിൽ എന്ത് നടക്കുകയാണ്, ഫെർമെൻറ്റേഷൻ നടന്നിട്ട് ആ ഒരു പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അനൈറോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ആയ പിന്നെ ഐറോബിക് റെസ്പിറേഷനാണ്. അവിടെ ഗ്ലൈക്കോളിസിസ് നടന്നിട്ടുള്ള പൈറുവിക് ആസിഡിന് വീണ്ടും ക്രെബ്സ് സൈക്കിളിലൂടെ നടന്നിട്ട് പ്രോസസ്സുകൾ കഴിഞ്ഞ് ETA സിസ്റ്റം കഴിഞ്ഞിട്ടാണ് ATP കംപ്ലീറ്റ് ആവുന്നത്. സോ അവിടെയാണ് എന്തുള്ളത്, നമ്മൾ ഐറോബിക് സിസ്റ്റം അല്ലെങ്കിൽ ഐറോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ആവുന്നത്. സോ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പാഠം കംപ്ലീറ്റ് ആയി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനും കാര്യങ്ങളും നോക്കുക. എല്ലാ ഏരിയകളും തിയറി മൊത്തം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കാണാതെ പഠിച്ചു വെച്ചാൽ ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാനും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആക്കി തരാം എന്നുള്ളത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. കൂടുതൽ പാഠങ്ങളും കൂടുതൽ കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ബൈ.